എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ 75 ഹോട്ട് ടോപ്പിക്സ്, അതായത് നമ്മുടെ ഏതൊരു എക്സാം എഴുതി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ബേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സ് ആണ്. അതാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എൻ്റെ ക്ലാസ്സിനെ കുറിച്ചാണെങ്കിലും അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും താഴെ തന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്താനും പോരായ്മകൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാനും പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ തന്നെ വേണം. അപ്പോൾ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് 75 ഹോട്ട് ടോപ്പിക്സിലെ ഒരു ഹോട്ട് ടോപ്പിക്സ് നമ്മൾ എടുക്കുന്നു. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിലെ ഒരു ടോപ്പിക് എടുക്കുന്നു. അതേപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് LD എക്സാമിന്. അപ്പോൾ അതിന് 10 മാർക്ക് എന്ന് പറയുന്നതിൽ 5 മാർക്കോളം വരുന്നത് മിക്കപ്പോഴും എന്തിലാണ്? നോൺ ഗ്രാമർ സെക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 5 മാർക്കിൻ്റെ നോൺ ഗ്രാമർ സെക്ഷൻ കൂടി ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലാതെ ഇത് നമുക്ക് കൂടുതൽ വ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടണം? പ്രയോജനം കിട്ടണം അടുത്ത എക്സാമിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് വീഡിയോൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാകുന്നത്. കൂടുതൽ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് ഇന്നത്തെ നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷനാണ്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കറണ്ട് അഫയേഴ്സും ഈ പറയുന്ന ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൻ്റെ നോൺ ഗ്രാമറും നമ്മൾ ഇതിൻ്റെ കൂടെ പഠിച്ചു പോകും. ആദ്യത്തെ ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി ആവശ്യം ഓരോ ദിവസവും നിങ്ങളുടെ പഠനവും അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാനായിട്ട് അടുത്ത ദിവസത്തേക്ക് ടോപ്പിക്ക് കുറച്ചുകൂടി കൂടുതൽ റെഡിയാക്കി ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് പോകാം. ഓക്കെ, എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിൻ്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹ്യ അസമത്വത്തിനെതിരെയും 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 18-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അതായത് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പടുക്കുഴിയിലേക്ക് തള്ളിയിടുകയാണ് അവിടുത്തെ രാജാക്കന്മാരുടെ ഭരണം എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ഈ പറയുന്ന ജനങ്ങളെ ദ്രോഹിച്ചിരുന്നു അവിടുത്തെ രാജാക്കന്മാരെന്ന് പറയുന്നത്. അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്ന ആ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ബൂർബൻ രാജവംശം എന്ന്. അപ്പോൾ ബൂർബൻ രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരായിരുന്നു 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് ഭരിച്ചിരുന്നത്. ആ രാജാക്കന്മാരുടെ കുത്തഴിഞ്ഞ ഭരണവും അതേപോലെ തന്നെ ആഡംബര ജീവിതവുമാണ് ശരിക്കും അന്നാട്ടിലെ ജനങ്ങളെ അത്രത്തോളം എന്തിലേക്ക് മാറ്റിയത്? ദാരിദ്ര്യത്തിലേക്കും അതേപോലെ തന്നെ കഷ്ടതകളിലേക്കും കൊണ്ടുപോയത്. അത് തന്നെയാണ് ശരിക്കും ഫ്രാൻസിൽ അന്ന് ഒരു രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒരു വിപ്ലവത്തിലേക്ക് അവിടുത്തെ ആളുകളെ നയിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അത്രത്തോളം കഷ്ടത ആ ജനങ്ങൾ അനുഭവിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാണ് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ നടന്ന കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിലാണ് ഫ്രാൻസിൽ എന്ത് നടക്കുന്നത്? നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ആ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ആരായിരുന്നു അവിടുത്തെ ഭരണാധികാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അത് ബൂർബൻ രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പഠിക്കേണ്ടതും അത് തന്നെയാണ്. ബൂർബൻ രാജവംശത്തിൽപ്പെട്ട ഈ രാജാക്കന്മാർ, അതായത് ലൂയി 14, ലൂയി 15, ലൂയി 16, ഈ 3 രാജാക്കന്മാരുടെ കുത്തഴിഞ്ഞ ഭരണം തന്നെയായിരുന്നു ശരിക്കും ഫ്രാൻസിലെ ജനങ്ങളെ അത്രത്തോളം ദ്രോഹിക്കുന്നതിലേക്ക് മാറ്റിയത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, അതായത് 17-18 നൂറ്റാണ്ടിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായിരുന്ന കൊട്ടാരത്തെ നമുക്ക് വേഴ്സായി കൊട്ടാരം എന്ന് പറയാം. ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ 17-18 നൂറ്റാണ്ടിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായിരുന്ന ആ കൊട്ടാരത്തിന്റെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്? വേഴ്സായി കൊട്ടാരം എന്ന്. ഫ്രാൻസിലെ ലൂയി രാജാക്കന്മാരുടെ വംശം നമ്മളിപ്പോൾ പറഞ്ഞു, ബൂർബൻ രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ് അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്നത്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളതാണ് ലൂയി 14, ലൂയി 15, ലൂയി 16. ഫ്രഞ്ച് സമൂഹത്തെ അന്ന് എസ്റ്റേറ്റുകളായിട്ടായിരുന്നു തിരിച്ചിരുന്നത്. അതായത് 3 എസ്റ്റേറ്റുകളാണ് പ്രധാനമായിട്ടും ഫ്രാൻസിൽ അന്ന് നിലനിന്നിരുന്നത്. ആ 3 എസ്റ്റേറ്റിൽപ്പെട്ട ആളുകൾ അവർ 3 തരം ജോലികൾ ചെയ്യുന്ന ആളുകളായിരുന്നു. നമുക്ക് ആ ഓരോ എസ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കാം. അതായത് ഒന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആളുകൾ എന്നറിയപ്പെടുന്നത് പുരോഹിതന്മാരായിരുന്നു. അതായത് ഏറ്റവും
മുകളിലെ തട്ടിലുള്ള ആളുകൾ, അതായത് ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയിരുന്ന ആളുകൾ എന്നൊക്കെയായിരുന്നു അന്ന് ഇവരെ വിളിച്ചിരുന്നത്. കാരണം പുരോഹിതന്മാരാണ്. അതേപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന രാജാക്കന്മാരോട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഒരു വിഭാഗം എന്നറിയപ്പെടുന്നതും ഈ പറയുന്ന പുരോഹിത വർഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അപ്പോൾ താഴേക്കിടയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കൊടുക്കണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? ഈ പറയുന്ന പുരോഹിതന്മാരുടെ അടുത്ത് പറഞ്ഞെങ്കിൽ അവരാണ് പിന്നീട് ആരിലേക്ക് എത്തിക്കുന്നത്? രാജാവിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട പുരോഹിതന്മാര്, അതായത് ഏറ്റവും കൂടുതൽ ഭൂപ്രദേശം കൈവശം വെച്ചിരുന്ന ഒരു വിഭാഗക്കാരായിരുന്നു ഈ പുരോഹിതർ എന്ന് പറയുന്നത്. കർഷകരിൽ നിന്ന് അവർ നിലവിൽ പിരിച്ചിരുന്ന ഒരു നികുതി ഉണ്ടായിരുന്നു. എപ്പോഴും PSC ചോദിക്കാറുണ്ട്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആ നികുതിക്ക് പറയുന്ന പേരാണ് മക്കളെ തീതെ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വച്ചോ, 1 മാർക്ക് ഉറപ്പാണ്. അപ്പോൾ എന്താണ്, പുരോഹിതന്മാര് കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന നികുതിയാണ് തീതെ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, അന്ന് ഈ പറയുന്ന ഫ്രാൻസിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കേണ്ട ഏറ്റവും വലിയ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുത്ത നികുതികളായിരുന്നു. കാരണം ഈ പറയുന്ന ലൂയി രാജാക്കന്മാരുടെ ആഡംബര ജീവിതത്തിന് വേണ്ട എല്ലാം കണ്ടെത്തിയിരുന്നത് അവർ നികുതികളിൽ നിന്നായിരുന്നു. ഈ നികുതികൾ പിരിച്ചിരുന്നതോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ നിന്നും. അതായിരുന്നു അന്നത്തെ ആ ഫ്രാൻസിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ തീതെ എന്ന നികുതി ആരാണ് പിരിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണ് തീതെ എന്ന് പറയുന്ന നികുതി പിരിച്ചിരുന്നത്? അത് പുരോഹിതന്മാരാണ് തീതെ എന്ന് പറയുന്ന നികുതി പിരിച്ചിരുന്നത്. ഇനി നമുക്കറിയാം, എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഒന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട പുരോഹിതന്മാർ. അവരെയാണ് എല്ലാവിധ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആളുകളാണ് പുരോഹിതന്മാർ. അതേപോലെ ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ അതെല്ലാം കൈയാളിയിരുന്നതും ഈ പറയുന്ന നമ്മുടെ പുരോഹിതന്മാർ തന്നെയായിരുന്നു. അപ്പോൾ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിരുന്നു? സ്വാധീനം ചെലുത്തിയിരുന്നു. അതേപോലെ തന്നെ എന്താണ്, നികുതികളിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെട്ടിരുന്നു. കർഷകരിൽ നിന്നും തീതെ എന്ന് പറയുന്ന നികുതി പിരിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൈവശം വെച്ചു. ഇതായിരുന്നു മൂന്നാമത്തെ, അതായത് 3 എസ്റ്റേറ്റുകളിൽ ഏറ്റവും ആദ്യത്തെ എസ്റ്റേറ്റിൽപ്പെട്ട പുരോഹിത വൃന്ദത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ എസ്റ്റേറ്റിലേക്ക് പോകാം. അതായത് പ്രഭുക്കന്മാരെന്നറിയപ്പെടുന്ന വിഭാഗമാണ് രണ്ടാമത്തെ എസ്റ്റേറ്റില്. സൈനിക സേവനം നടത്തിയിരുന്നതും അതേപോലെ തന്നെ വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രഭുക്കന്മാരായിരുന്നു. കാരണം അവരുടെ കയ്യിലുള്ള ഭൂപ്രദേശങ്ങൾ, ആ ഭൂപ്രദേശങ്ങൾ താഴെയുള്ള ഈ പറയുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട് കൊടുത്തു? കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുകയും അതിൽ നിന്നും കിട്ടുന്ന പാട്ടം ആണ് ഇവരെന്ത് ചെയ്തിരുന്നത്? ഇവരുടെ വരുമാന മാർഗമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു മക്കളെ ശരിക്കും പ്രഭുക്കന്മാരെന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ആഡംബര ജീവിതം നയിച്ചിരുന്നതും ഈ പ്രഭുക്കന്മാരാണ്. അതേപോലെ തന്നെ വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. കാരണം ഈ ഭൂപ്രദേശങ്ങൾ പാട്ടത്തിന് കൊടുത്താണ് അതിൽ നിന്നും കിട്ടുന്ന നികുതികളാണ് ഇവരുടെ വരുമാന മാർഗമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്തതാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ്. മൂന്നാമത്തെ എസ്റ്റേറ്റിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആദ്യത്തെ വിഭാഗം എന്നറിയപ്പെടുന്നത് അന്ന് ഫ്രാൻസിലെ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചിരുന്ന രണ്ട് വിഭാഗങ്ങളായിരുന്നു. ഒന്ന് തൊഴിലാളികൾ എന്നറിയപ്പെടുന്നത്, അതായത് ഫാക്ടറി തൊഴിലാളികൾ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കർഷകരായിരുന്നു. ഈ കർഷകരും അതേപോലെ തന്നെ ഫാക്ടറി തൊഴിലാളികളുമാണ് ശരിക്കും ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾ. അതായത് ഫ്രാൻസിലെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിരുന്നു. അതായത് അവരെ വിളിച്ചിരുന്ന പേരായിരുന്നു കോമൺസ് എന്ന്. PSC അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആളുകളെ വിളിച്ചിരുന്ന പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വിളിച്ചിരുന്ന പേരായിരുന്നു കോമൺസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഈ പറയുന്ന ഏറ്റവും താഴേക്കിടയിലുള്ള വിഭാഗം എന്ന് പറയുന്ന കർഷകരും അതേപോലെ തന്നെ ഫാക്ടറി തൊഴിലാളികളും. അതായത് ഭരണത്തിൽ ഒരവകാശവുമില്ലായിരുന്ന ആളുകളായിരുന്നു ഈ പറയുന്ന രണ്ട് വിഭാഗക്കാരെന്ന് പറയുന്നത്. അവര് കൊടുത്തിരുന്ന നികുതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് തൈലെ എന്ന് പറയുന്ന നികുതി. അപ്പോൾ തൈലെ എന്ന് പറയുന്ന നികുതി ആരാണ് കൊടുത്തിരുന്നതെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആളുകൾ സർക്കാരിന് കൊടുത്തിരുന്ന നികുതിയായിരുന്നു തൈലെ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആളുകൾ തൈലെ എന്ന് പറയുന്ന നികുതിയാണ് കൊടുത്തിരുന്നത്. തൈലെ എന്ന് പറയുന്ന നികുതി. അപ്പോൾ നമ്മൾ രണ്ട് നികുതികളാണ് പറഞ്ഞത്. ഒന്ന് തീതെ എന്ന് പറയുന്ന നികുതി, അതേപോലെ തന്നെ തൈലെ എന്ന് പറയുന്ന നികുതി. 3 എസ്റ്റേറ്റുകളാന്ന് പറഞ്ഞു. ഒന്നാമത്തെ എസ്റ്റേറ്റ് ഏതാണ്? പുരോഹിതന്മാർ, രണ്ടാമത്തെ പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഫാക്ടറി തൊഴിലാളികൾ, രണ്ടാമത്തെയാണ് കർഷകര്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ,
ഇനി ഏറ്റവും താഴ്ന്ന സമൂഹ പദവി കിട്ടിയിരുന്നതും ആര് തന്നെയാ? മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാർക്കാണ്. അതേപോലെ പ്രമുഖന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണമായിരുന്നു. ശരിക്കും ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച ആ ജനവിഭാഗം, അവരുടെ ശരിക്കും പറഞ്ഞാൽ എതിർപ്പായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആ വിപ്ലവം എന്ന് പറയുന്നത് ആരുടെ സൃഷ്ടിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴേക്കിടയിലുള്ള ഈ രണ്ട് വിഭാഗത്തിന്റെ സൃഷ്ടിയായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായെന്ന് കരുതുന്നു. കൂടുതൽ പറയേണ്ട കാര്യമില്ല, കാരണം അത്രത്തോളം സെറ്റായിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് ബൂർബൻ രാജവംശം, ലൂയി 14, ലൂയി 15, ലൂയി 16, വേഴ്സായി കൊട്ടാരം, 18-ാം നൂറ്റാണ്ടിലാണ് ഇത് തുടങ്ങുന്നത്. അതേപോലെ തന്നെ എന്താണ് മൂന്ന് വിഭാഗക്കാരുണ്ടായിരുന്നു: പുരോഹിതര്, പ്രഭുക്കന്മാര്, അതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഫാക്ടറി തൊഴിലാളികളും, അതേപോലെ തന്നെ എന്താണ് കർഷകരും. അവര് രണ്ടുപേരും കൊടുത്തിരുന്ന നികുതി എന്ന് പറയുന്നത്, പുരോഹിതന്മാർക്ക് കൊടുത്തിരുന്നത് തീരയും സർക്കാരിന് കൊടുത്തിരുന്നത് തൈലയുമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതായത് രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യം കൊടികുത്തി വാണ ആ ഒരു കാലഘട്ടം. അതായത് എല്ലാത്തരം അധികാരങ്ങളും കൈയടക്കിയിരുന്ന ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ ശരിക്കും പറഞ്ഞാൽ ധൂർത്തരും സുഖലോലുപരുമായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ അതായത് നികുതികൾ സാധാരണക്കാരായിട്ട് ജനങ്ങളിൽ നിന്നും കൈയാളി. അതേപോലെ തന്നെ അവർ ചെയ്തിരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആഡംബര ജീവിതം നയിക്കുന്നതിനും നമ്മുടെ കൊട്ടാരങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ധാരാളം പണങ്ങൾ വീണ്ടും ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യത്തിൻ്റെ ആ ഒരു പാരമ്യത്തിലേക്ക് എത്തുകയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ലൂയി 14 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സമർത്ഥനായ ഒരു മന്ത്രിയെ അദ്ദേഹം എന്ത് ചെയ്യാണ് ഏൽപ്പിക്കുകയാണ് ഭരണം എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ലൂയി 14 കാലത്തെ സമർത്ഥനായ മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ടൂർഗോ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലൂയി 14 കാലഘട്ടത്തിലെ സമർത്ഥനായ അദ്ദേഹത്തിൻ്റെ മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ടൂർഗോ എന്ന് പറയുന്നത്. ഈ ടൂർഗോ എന്ന് പറയുന്ന ആള് ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ജനങ്ങൾക്ക് വേണ്ട ടാക്സുകൾ വെട്ടിക്കുറച്ചു. അതേപോലെ തന്നെ എന്താണ് ഭൂമികൾ അവർക്ക് എന്ത് ചെയ്യാണ് കൃഷി ചെയ്യാനായിട്ട് വെറുതെ കൊടുക്കുന്നു. അതേപോലെ തന്നെ എന്താണ് സബ്സിഡികൾ ഏർപ്പെടുത്തുന്നു. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ആര് ചെയ്യുകയാണ്? ടൂർഗോ എന്ന് പറയുന്ന മന്ത്രി ചെയ്യുകയാണ്. പക്ഷെ ഇതൊന്നും രാജാവിന് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തെ ആ ഒരു സ്ഥാനത്ത് നിന്നും എന്ത് ചെയ്യുകയാണ്? നീക്കം ചെയ്യപ്പെടുകയാണ്. വീണ്ടും എന്ത് ചെയ്യുകയാണ്? ആ ഒരു സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരികയാണ്. അയാളുടെ പേരാണ് പ്രസിദ്ധനായിട്ടുള്ള ബാങ്കർ. ആ ബാങ്കറിന്റെ പേരാണ് നെക്കർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടൂർഗോ എന്ന് പറയുന്നത് മന്ത്രിയാണ്. നെക്കർ എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയി 14 കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ സമർത്ഥനായിട്ടുള്ള ബാങ്കറിന്റെ പേരായിരുന്നു നെക്കർ എന്ന് പറയുന്നത്. എന്താണോ ടൂർഗോ കൊണ്ടുവന്നത് ആ നയം തന്നെ ആര് ഫോളോ ചെയ്യാണ്? നെക്കർ ഫോളോ ചെയ്യാണ്. നെക്കർ ഇത് ഫോളോ ചെയ്തതോടുകൂടി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും രാജാവും രാജാവിന്റെ മന്ത്രിമാരും ക്ഷുഭിതരാവുകയും ആ തൽസ്ഥാനത്ത് നിന്ന് നെക്കറെയും അതിന് പുറത്താക്കുകയാണ്. കാരണം ജനങ്ങളുടെ പിന്തുണ കൂടുതൽ, രാജാവിനേക്കാൾ കൂടുതൽ കിട്ടുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാങ്കർക്കായി മാറി. അതാണ് നെക്കറിനെയും ആ ഒരു സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പുറത്തായതോടുകൂടി സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഫ്രാൻസിൽ രൂക്ഷമാവുകയാണ്. അതായത് അത്രത്തോളം എന്താണ് കൊടിയ ദാരിദ്ര്യത്തിലേക്കും അതേപോലെ തന്നെ എന്താണ് സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും പോവുകയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന രാജാവും അതേപോലെ തന്നെ രാജാവിൻ്റെ മന്ത്രിമാരും രാജാവിൻ്റെ ചട്ടചിട്ടങ്ങളും മാത്രമായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അങ്ങനെ രാജാവ് ഈ പറയുന്ന ഒരു പ്രതിസന്ധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു പ്ലാൻ കൊണ്ടുവരികയാണ്. ആ പ്ലാനിന്റെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത് പുതിയൊരു സ്റ്റേറ്റ് ജനറൽ. അതായത് നമ്മുടെ ഇന്നത്തെ പോലെ തന്നെ എന്താണ് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു എന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു പാർലമെന്റ് ലൂയി 16 ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുകയാണ്. 1789 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിക്കഴിയുമ്പോൾ ആ ഒരു സ്റ്റേറ്റ് ജനറൽ വെച്ച് എന്താണ് പുതിയ പരിഷ്കാരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ് ഈ സ്റ്റേറ്റ് ജനറൽ അന്ന് അവിടെ എല്ലാവരുടെയും മുമ്പിലായിട്ട് പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ജനറൽ എന്ന ലെവലിലാണ് ഇത് വിളിച്ചു കൂട്ടുന്നത്. അതിൻ്റെ അകത്തേക്ക് ഒന്നാമത്തെ എസ്റ്റേറ്റും അതേപോലെ തന്നെ രണ്ടാമത്തെ എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആളുകളൊക്കെ വരികയാണ്. പക്ഷെ വന്നിരുന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും അതായത് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുന്നത് വെറും ഒരു പ്രഹസനം മാത്രമാവുകയാണ്. കാരണം ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളും 3 ഹാളുകളിലാണ് ഒത്തുചേരുന്നത്. ആ 3 ഹാളുകളിൽ ഒത്തുചേരുകയും അവിടെ നടക്കുന്നത് എന്താണെന്ന് ഈ 3 ഹാളുകളിൽപ്പെട്ട ആളുകളും അറിയുന്നില്ല.
അപ്പോൾ അന്ന് ഈ പറയുന്ന അവകാശങ്ങൾ, അതായത് ഫ്രാൻസിന്റെ അവകാശങ്ങൾ വേണം, അതേപോലെ തന്നെ രാജാവിന്റെ അധികാരം എന്ന് പറയുന്നത് ത്വരിതപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഭയങ്കരധികം പ്രതിഷേധങ്ങൾ ആളിക്കത്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഓരോ സ്റ്റേറ്റ് ജനറലിൽപ്പെട്ട ആളുകൾക്കും ഓരോ വോട്ട് വീതമാണ് നൽകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അന്ന് കുറച്ച്, അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ഈ പറയുന്ന കർഷകരും അതേപോലെ തന്നെ നമ്മുടെ ഫാക്ടറി ലേബേഴ്സും പറയുകയാണ് ഓരോ വ്യക്തിക്കും ഓരോ വോട്ട് വേണമെന്ന് പറഞ്ഞ് വാദിച്ച ആളുകൾ ആരാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് കോമൺസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ആള്, അതായത് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ കർഷകരും അതേപോലെ തന്നെ ഫാക്ടറി തൊഴിലാളികളുമായിരുന്നു ഓരോ വ്യക്തിക്കും ഓരോ വോട്ടും എന്ന് പറഞ്ഞ് വാദിച്ചത്. ഇനി ഓരോ വിഭാഗത്തിനും ഓരോ വോട്ട് മതി എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രഭുക്കന്മാരും അതേപോലെ തന്നെ പുരോഹിത വൃന്ദക്കാരുമായിരുന്നു. കാരണം അന്നേ വരെ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന് എന്താണോ രാജാവ് ഉദ്ദേശിച്ചത് ആ കാര്യം തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കാരണം 3 പേര്, അതായത് നമ്മുടെ പുരോഹിതന്മാര്, പ്രഭുക്കന്മാര്, സാധാരണക്കാര്, ഈ 3 പേരും വോട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ 3 വോട്ട് ആകെയാണ് എടുക്കുന്നത്. അപ്പൊ ടോട്ടൽ 3ലാണ് വരുന്നത്. ഔട്ട് ഓഫ് 3 എപ്പോഴും 3 ഔട്ട് ഓഫ് 2 രാജാവ് പറയുന്നത് തന്നെ എന്താണ്, നിയമം പാസ്സാക്കുന്ന ലെവലിലേക്കായിരുന്നു പോയിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോവാം. അതായത് PSC എപ്പോഴും ചോദിക്കുന്നതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഏത് വിപ്ലവവുമായാണ് ഈ പറയുന്ന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. നമ്മൾ ഈ ക്ലാസ്സിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടിയും PSC എക്സാമുകളിൽ ചോദിച്ച പോയിന്റ്സ് കൂടിയാണ് പറഞ്ഞു പോകുന്നത്. അതാണ് ഈ മഞ്ഞ കളറിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ പുതിയതായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ ഇതൊന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഇതൊരു റിവിഷൻ കൂടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3ാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാരാണ് കോമൺസ് എന്ന പേരിൽ അറിയപ്പെട്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, അത് അങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. അതായത് കോമൺസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു, അതേപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം എന്നാണ് ചോദിച്ചാൽ 1789 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുന്നത്. ഓക്കെ, എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ? അതായത് 3ാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആളുകൾ രാജാവിന്റെ ദുർഭരണത്തിനെതിരെ എന്താണ്, രാജാവ് കൊട്ടാരത്തിന്റെ അടുത്ത് തന്നെ ഒത്തുകൂടുകയും അവിടെ വെച്ച് ഞങ്ങൾക്ക്, അതായത് രാജാവിന്റെ അധികാരം പരിമിതപ്പെടുത്തണം, അതേപോലെ തന്നെ ഫ്രാൻസിനായിട്ട് ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ ഇനി ഇവിടെ നിന്നും പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ടെന്നീസ് കോർട്ടിൽ വെച്ച് ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. ആ പ്രതിജ്ഞയ്ക്ക് പറയുന്ന പേരാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. നടന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്, 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തതാണ് ബാസ്റ്റിൽ ജയിൽ ആക്രമണം. അതായത് നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുഖ്യ മുദ്രാവാക്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുഖ്യ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ആ മുദ്രാവാക്യം എന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ പറയുന്ന ബാസ്റ്റിൽ ജയിൽ ആക്രമണം. 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ ആക്രമണം നടന്നത്. അതായത് ഈ പറയുന്ന താഴേക്കിടയിലുള്ള ആളുകൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി അവരെന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഫ്രാൻസിന്റെ തന്നെ എന്താണ് ബാസ്റ്റിൽ ജയിൽ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ജനങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതായത് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി ഫ്രാൻസിന്റെ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള ഈ പറയുന്ന ബാസ്റ്റിൽ കോട്ടയിലേക്ക് ചെല്ലുകയും ഈ പറയുന്ന ബാസ്റ്റിൽ കോട്ട തകർക്കാനായിട്ട് അവർ ഒരുമ്പെടുകയാണ്. ആ ബാസ്റ്റിൽ ജയിൽ തകർക്കുന്ന സമയത്ത് അവർ മുഴക്കിയ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഫ്രാൻസിലെ ആ ജനങ്ങൾ, അതായത് ഈ പറയുന്ന കർഷകരും തൊഴിലാളികളും ബാസ്റ്റിൽ ജയിൽ ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന യുദ്ധക്കോപ്പുകളും അതേപോലെ തന്നെ വെടിമരുന്നുകൾ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് എടുക്കുകയും യുദ്ധത്തടവുകാരെ അവിടെ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ പറയുന്ന ബാസ്റ്റിൽ ജയിൽ ആക്രമണത്തിന്റെ ഭാഗമായി. നടന്ന വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ ആക്രമണം. ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാസ്റ്റിൽ ജയിൽ ആക്രമിച്ച ജൂലൈ 14 ശരിക്കും പറഞ്ഞാൽ ഈ ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത് ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിലാണ്
എന്തെന്ന് പറയുന്നത് ഈ ബാസിൽ ജയിൽ. അപ്പോൾ ബാസിൽ ജയിൽ തകർത്ത് കഴിഞ്ഞത് തന്നെ എന്താണ് ഫ്രാൻസിലെ ജനങ്ങൾക്ക് എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം കിട്ടിയത്, അതായത് സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുന്നതിൻ്റെ ആദ്യ ചുവടുപടിയായിട്ടാണ് എന്ത് വിശേഷിപ്പിക്കുന്നത്, ഈ പറയുന്ന ബാസിൽ ജയിൽ ആക്രമണം വിശേഷിപ്പിക്കുന്നത്. ഫ്രഞ്ച് ദേശീയ അസംബ്ലി അങ്ങനെ എന്ത് ചെയ്യാണ്, മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയാണ്. ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ വർഷം എന്നാ ചോദിച്ചാൽ 1789 ഓഗസ്റ്റ് 12 ഫ്രഞ്ച് ദേശീയ അസംബ്ലി നടത്തിയ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ നിയലിക്കുന്നത് ആരുടെ ആശയങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് റൂസോയുടെ ആശയങ്ങൾ. ഓക്കെ, അപ്പോൾ റൂസോയുടെ ആശയങ്ങളായിരുന്നു ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയപ്പോൾ അതിൽ നിയലിക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത്. എന്തായിരുന്നു ഫ്രഞ്ച് ദേശീയ അസംബ്ലി 1789 ഓഗസ്റ്റ് 12 ഈ പറയുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന ആശയങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും തുല്യരാണ്, സ്വതന്ത്രരാണ്, ജനങ്ങളാണ് എല്ലാത്തിൻ്റെയും പരമാധികാരി, ജനങ്ങളുടെ താല്പര്യത്തിന്റെ പ്രതിഫലനമാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്, ജനങ്ങൾ നേരിട്ടോ അതേപോലെ തന്നെ തങ്ങളുടെ പ്രതിനിധികളിലൂടെയോ ആണ് അതിൽ പങ്കാളികളാകേണ്ടത് എന്നൊക്കെ പറയുന്നതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 ഓഗസ്റ്റ് 12 പറയുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. ഭീകരവാഴ്ച. ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിയന്ത്രിക്കുന്നതിനായി പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ച വർഷമാണ്. അത് 1793 ഈ പറയുന്ന പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുന്നത്. രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്ത സംഭവം അറിയപ്പെടുന്ന പേരാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന്. അതേപോലെ ഒത്തിരി തവണ PSC ചോദിച്ചേക്കണാണ് സെപ്റ്റംബർ കൂട്ടക്കൊല താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെപ്റ്റംബർ കൂട്ടക്കൊല. ഏത് വിപ്ലവ? സെപ്റ്റംബർ കൂട്ടക്കൊല ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ നേതാവ് എന്നറിയപ്പെടുന്നത് റോബിസ്പിയർ ആണ്. ഓക്കെ, റോബിസ്പിയർ ആണ് പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ നേതാവ് എന്നറിയപ്പെടുന്നത്. പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ എന്നറിയപ്പെടുന്നത് മിറാബോയും ഡാന്റനുമാണ്. അതായത് ഈ പറയുന്ന നമ്മുടെ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവനായിട്ടുള്ള റോബിസ്പിയറിന്റെ അനുയായികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ആരെ കരുതാം? ഈ മിറാബോയെയും അതേപോലെ തന്നെ ഡാന്റനെയും കരുതാം. എന്താണോ റോബിസ്പിയർ പറയുന്നത് അത് അപ്പാടെ അനുസരിക്കുന്ന രണ്ട് അനുയായികൾ. കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, വെട്ടാൻ പറഞ്ഞാൽ വെട്ടും. അതായിരുന്നു ആരുടെ നയം എന്ന് പറയുന്നത്? ഈ മിറാബോന്റെയും അതേപോലെ തന്നെ നമ്മുടെ റോബിസ്പിയറിന്റെയും നയം എന്ന് പറയുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ്? ശത്രുക്കൾ എന്ന് തോന്നിയവരെ എല്ലാവരെയും വധിച്ചു കളയുകയാണ് മിറാബോയും ഡാന്റനും ചേർന്ന്. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ആയുധം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗില്ലറ്റിൻ എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ചാണ് ഇവരെന്ത് ചെയ്തിരുന്നത്? ഈ പറയുന്ന ആളുകളെയൊക്കെ കൊന്നു തള്ളിയിരുന്നത്. അപ്പോൾ അന്ന് ഫ്രാൻസിൽ മരിക്കുന്ന ഓരോ ജനങ്ങളും അവരെന്തിനു വേണ്ടിയായിരുന്നു മരിക്കുന്നത് എന്ന് പോലും അറിയാതെയാണ് അവർ മരിച്ച് കൊണ്ടിരുന്നത്. അപ്പോൾ അത്രത്തോളം ദാരുണമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ശരിക്കും ഫ്രാൻസിൽ ആ സമയത്ത് നിലനിന്നിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അതായത് റോബിസ്പിയർ പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗമാവുകയും അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള മിറാബോയും ഡാന്റനും ഇതിൻ്റെ അകത്തേക്ക് വരികയും അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ആ കൂട്ടക്കൊല അതിനെ നമുക്ക് ഭീകരവാഴ്ച എന്ന് വിളിക്കാം. ആ കാലഘട്ടമായിരുന്നു 1793 മുതൽ 1794 ജൂലൈ വരെ. ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഭീകരവാഴ്ച എന്ന് വിളിക്കാം. അടുത്ത് ഫ്രഞ്ച് ചിന്തകരും ആശയങ്ങളും. പുരോഹിതരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടയർ ആണ്. പുരോഹിതരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടയർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് വോൾട്ടയർ. വോൾട്ടയറിന്റെ യഥാർത്ഥ നാമം എന്താണ്? PSC ചോദിച്ചിട്ടുണ്ട്. ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്ന് പറയുന്നതാണ് ആരുടെ പൂർണ്ണനാമം എന്ന് പറയുന്നത്? നമ്മുടെ വോൾട്ടയറിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത് ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. യുക്തി, സമത്വം, മനുഷ്യ സ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ച ചിന്തകനായിരുന്നു ആരെന്ന് പറയുന്നത്? വോൾട്ടയർ എന്ന് പറയുന്നത്. അപ്പോൾ യുക്തി വാദം, അതേപോലെ തന്നെ യുക്തി, സമത്വം, അതേപോലെ തന്നെ മനുഷ്യ സ്നേഹം ഇവയെ പ്രോത്സാഹിപ്പിച്ച ചിന്തകനായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ വോൾട്ടയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജനാധിപത്യത്തിന്റെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ചിന്തകൻ അതായിരുന്നു മോണ്ടസ്ക്യൂ. നിയമങ്ങളുടെ അന്തസത്ത എന്ന് പറയുന്ന ഗ്രന്ഥം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചേക്കുന്നതാണ് PSC. നിയമങ്ങളുടെ അന്തസത്ത എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ മോണ്ടസ്ക്യൂ ആണ്. അപ്പൊ ഞാൻ ഈ പറയുന്നത് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അതായത് PSC ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഒന്നുകൂടി നോട്ട് ചെയ്ത് വച്ചോ. ഓക്കെ, കാരണം ഞാൻ ഇതിന്റെ PDF ഉറപ്പായിട്ട് നമ്മുടെ എന്ത് ചെയ്യാം,
നമ്മുടെ ചാനലിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ എന്താ, മൊത്തമായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തണം. ഓക്കെ. റൂസോ ജനിച്ച രാജ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് റൂസോ. അപ്പോൾ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഗ്രന്ഥം താഴെ പറയുന്നവയിൽ ആരാണ് രചിച്ചത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് റൂസോയാണ് രചിച്ചത്. ഫ്രഞ്ച് റവല്യൂഷന്റെ ബൈബിളായി കണക്കാക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ചോദിച്ചേക്കണ ചോദ്യമാണ്, ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സോഷ്യൽ കോൺട്രാക്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതി, അതും ചോദിച്ചേക്കണെയാണ്, എമിലി എന്ന് പറയുന്നതാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി. ഭരിക്കുന്നവരും ഭരിക്കപ്പെടാത്തവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ബലമാണ് ഭരണകൂടമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് റൂസോയാണ്. കാരണം റൂസോയൊക്കെ തന്നതിന് ശേഷം അതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്ക് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. എന്താണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചു, അതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിളായി കണക്കാക്കുന്നത്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രചിച്ചതാണ് എമിലി എന്ന് പറയുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നോക്കാം. അതായത് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവവുമായുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പേരായിരുന്നു പൗരനായ ടിപ്പു. ചോദിച്ചങ്ങനെയാണ് കേട്ടോ, പൗരനായ ടിപ്പു. അതായത് ഫ്രേദ് വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ് ടിപ്പു സുൽത്താൻ പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ആണ് അദ്ദേഹം എന്ത് ചെയ്ത് പൗരനായ ടിപ്പു എന്ന പേരിലേക്ക് വന്നത്. അതേപോലെ തന്നെ എന്താണ്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടതാരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ, ടിപ്പു സുൽത്താനാണ്. ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിയൻ ക്ലബിൽ അംഗമായി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാ, നമ്മുടെ ടിപ്പു സുൽത്താനാണ്. ഓക്കെ. അതായത് നമുക്കറിയാം ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ജാക്കോബിയൻ ക്ലബിൽ അംഗമായിട്ടുള്ള ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആര് തന്നെയാണ്, ടിപ്പു സുൽത്താനാണ്. ഇനി എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് എന്തെന്ന് പറയുന്നത്, ഫ്രഞ്ച് റവല്യൂഷൻ. രാജ്യമെന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവം. അതേപോലെ ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയ വിപ്ലവം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവം ഏതാ ചോദിച്ചാൽ അതും ഏത് തന്നെയാ, ഫ്രഞ്ച് റവല്യൂഷനാണ്. യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവം, ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവം. ഇതൊക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്കുള്ള ചോദ്യങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം, രാജ്യമെന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പറഞ്ഞ വിപ്ലവം. അതേപോലെ ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ലോകത്തിന് തന്നെ സംഭാവന ചെയ്ത വിപ്ലവം. അതേപോലെ യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവം, ദേശീയയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവം. ഇതൊക്കെ ഏത് തന്നെയാ, നമ്മുടെ ഫ്രഞ്ച് വിപ്ലവമാണ്. ഓക്കെ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അതാണ് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അതാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ വോൾട്ടയർ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാന്ന് ചോദിച്ചാൽ റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു ആരാന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഓക്കെ. ഇനി ആരാണ് ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട്? ശരിക്കും നമുക്കൊക്കെ അത്രത്തോളം മോട്ടിവേറ്റഡ് ആകാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് ആരെന്ന് പറയുന്നത്, നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്നത്. അതായത് വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി, മാൻ ഓഫ് ഡെസ്റ്റിനി, അങ്ങനെ തന്നെയാണ് PSC ചോദിച്ചേക്കുന്നത്. വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞതും ആര് തന്നെയാ, നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ജനിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1769 ഓഗസ്റ്റ് 15 സെന്റ് കോഴ്സിക ദ്വീപിൽ ജനിച്ച ആളായിരുന്നു ആരെന്ന് പറയുന്നത്, നെപ്പോളിയൻ ബോണപ്പാർട്ട്. അതായത് 100 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഗാന്ധി ജനിച്ചത് 1869. ഗാന്ധിജിനേക്കാൾ 100 വർഷം പുറകിൽ ജനിച്ച മനുഷ്യനാണ് ആരെന്ന് പറയുന്നത്, നെപ്പോളിയൻ ബോണപ്പാർട്ട്. 1769 ഓഗസ്റ്റ് 15. ആധുനിക ഫ്രാൻസിലെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി. അതേപോലെ ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്നത്. അതേപോലെ
ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തി. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചടക്കിയത് 1799-ലാണ്. നെപ്പോളിയന്റെ പ്രധാനപ്പെട്ട ഭരണപരിഷ്കാരങ്ങളായിരുന്നു കർഷകർക്ക് കൃഷിഭൂമിയുടെ ഉടമകളാക്കി, പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടി സിങ്കിങ് ഫണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ചേക്കണെയാണ്. സിങ്കിങ് ഫണ്ട് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതേപോലെ തന്നെ ആരാണ് സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ആര് തന്നെയാ? നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഏത് വിപ്ലവ? ഫ്രഞ്ച് വിപ്ലവം. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ഇതൊക്കെ ആരുടെ കാലത്തെ ഭരണപരിഷ്കാരങ്ങളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. 1814 നെപ്പോളിയനെ ആദ്യമായി നാടുകടത്തിയ ദ്വീപായിരുന്നു എൽബ ദ്വീപ്. 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർതർ വെല്ലസ്ലി ആണ്. വാട്ടർലൂ യുദ്ധത്തെ തുടർന്ന് നെപ്പോളിയൻ നാടുകടത്തിയ ദ്വീപാണ് സെന്റ് ഹെലേന ദ്വീപ്. നെപ്പോളിയന്റെ കുതിര എപ്പോഴും PSC ചോദിക്കാറുണ്ട്. നെപ്പോളിയന്റെ കുതിര ഏതാന്ന് ചോദിച്ചാൽ അതാണ് മാരങ്കോ. അപ്പോൾ നെപ്പോളിയന്റെ കുതിര മാരങ്കോ. ആർതർ വെല്ലസ്ലിയുടെ കുതിര ഏതാന്ന് ചോദിച്ചാൽ അത് കോപ്പൻ ഹേഗൻ ആണ്. നെപ്പോളിയൻ അന്തരിച്ചത് 1821 മെയ് 5. നെപ്പോളിയന്റെ ശവകുടീരം എവിടെയാണെന്ന് ചോദിച്ചാൽ ലെസ് ഇൻവാലിസ്ഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ലെസ് ഇൻവാലിസ്ഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് നെപ്പോളിയന്റെ ശവകുടീരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ യെല്ലോ കളറിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോന്നും പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചാണ്, PSC ചോദിച്ചാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതായത് ഹോട്ട് ടോപ്പിക്സിൻ്റെ ഒരു ടോപ്പിക്സ് ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് നേരെ ഹോട്ട് ടോപ്പിക്സ് 2, അതായത് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നോബൽ പ്രൈസ് ആണ്. നോബൽ പ്രൈസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം എപ്പോഴും എല്ലാ എക്സാമുകളിലും 1 മാർക്കെങ്കിലും നോബൽ പ്രൈസിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഏറ്റവും സിമ്പിൾ ട്രിക്കിലൂടെ തന്നെ നമുക്കിത് പഠിക്കാം. നോബൽ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് 1901 നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. 1901 മുതൽ ഇന്ന് 2023 എത്തി നിൽക്കുമ്പോൾ ആകെ എത്ര നോബൽ പ്രൈസ് ആണ് അല്ലെങ്കിൽ എത്ര നോബൽ പുരസ്കാരങ്ങളാണ് കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 621 നോബൽ പുരസ്കാരങ്ങളാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 1901 എന്ത് ചെയ്തു? നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങി. 1901 മുതൽ 2023 എത്തി നിൽക്കുമ്പോൾ 621 പുരസ്കാരങ്ങളാണ് നിലവിൽ കിട്ടിയത്. അത് 1000 വ്യക്തികൾക്കും 22 ഓർഗനൈസേഷനുമായിട്ടാണ് ഈ പുരസ്കാരങ്ങൾ പങ്കിട്ടെടുത്തത്. ഓക്കെ, അപ്പോൾ 1000 പേഴ്സണും 22 ഓർഗനൈസേഷനുമാണ് നോബൽ പ്രൈസ് നിലവിൽ കിട്ടിയിരിക്കുന്നത്. ശരിക്കും ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന വ്യക്തി മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയൊരു വിപത്ത് ഡൈനമൈറ്റിന്റെ കണ്ടുപിടുത്തം അത് തന്നെയായിരുന്നു. ശരിക്കും അദ്ദേഹത്തിന്റെ മനം തൊന്ന് അദ്ദേഹം 1895 നവംബർ 27 പാരീസിൽ വെച്ച് ഒരു ഒസ്യത്തെ എഴുതുകയാണ്. അതായത് ശാസ്ത്രം, അതേപോലെ സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യം പുലർത്തുന്ന ആളുകൾക്ക് വേണ്ടി ഏർപ്പെടുത്തുന്ന ഒരു പുരസ്കാരമായിരുന്നു എന്തെന്ന് പറയുന്നത് നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെ 5 കാറ്റഗറിക്കാണ് ആദ്യമായിട്ട് നോബൽ പ്രൈസ് ഏർപ്പെടുത്തുന്നത്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? 1969 6ാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ആറാമത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള എക്കണോമിക്സ് വരുന്നത്. അങ്ങനെ 1969 മുതൽ എക്കണോമിക്സിന് നോബൽ പ്രൈസ് ഏർപ്പെടുത്താൻ തുടങ്ങുകയാണ്. അതെന്തിന് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററിയാണ്. സെവറേജ് റിക്സ് ബാങ്കിന്റെ 300ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് അവരാണ് ശരിക്കും എക്കണോമിക്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തത്? നോബൽ പ്രൈസ് ഏർപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നിലവിൽ എത്ര സബ്ജക്റ്റിനാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 സബ്ജക്റ്റ് അല്ലെങ്കിൽ 6 കാറ്റഗറിക്കാണ്. അതിൻ്റെ അകത്ത് 5 കാറ്റഗറി വരെയായിരുന്നു ആദ്യം ഏർപ്പെടുത്തിയിരുന്നത്. പിന്നീട് 1969 എക്കണോമിക്സിന് നോബൽ പ്രൈസ് ഏർപ്പെടുത്തുന്നത്. എക്കണോമിക്സിന് നോബൽ പ്രൈസ് ഏർപ്പെടുത്തിയത് എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ 1969 മുതലാണ്. അത് ആരുടെ ആയിരുന്നു സംഭാവന എന്ന് ചോദിച്ചാൽ സെവറേജ് റിക്സ് ബാങ്കിന്റെ 300ാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഈ പറയുന്ന നമ്മുടെ എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ഏർപ്പെടുത്തുന്നത്. നമുക്ക് എക്കണോമിക്സ് നോബൽ പ്രൈസിലേക്ക് പോകാം. ഭൗതികശാസ്ത്രം, അതായത് ഭൗതികശാസ്ത്രത്തിന്റെ നൊബേൽ കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് 3 വ്യക്തികൾക്കാണ്. മക്കളെ ഒരു കാര്യം കൂടി,
അതായത് നോബൽ പ്രൈസ് എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് 3 പേർക്ക് വരെയും പങ്കിട്ടെടുക്കാം. മിക്കപ്പോഴും എന്താണ് വൈദ്യശാസ്ത്രം അതേപോലെ ഭൗതിക ശാസ്ത്രം എന്നിവയ്ക്ക് 3 പേരൊക്കെ ആയിരിക്കും വരുന്നത്. സമാധാനവും എക്കണോമിക്സ് തുടങ്ങിയ എന്താണ് പുരസ്കാരങ്ങളാണ് ഒരാൾ മാത്രമായിട്ട് പങ്കിട്ടെടുക്കുന്നത്. അപ്പോൾ ഭൗതികശാസ്ത്രം 2023 പങ്കിട്ടെടുത്തത് 3 പേരാണ്. ഒന്ന് പിയറി അഗസ്റ്റിനി, അതേപോലെ തന്നെ എന്താണ് ഫെറൻസ് ക്രോസ്, ആൻ ലുലിയർ എന്ന് പറയുന്ന 3 വ്യക്തികൾ. PSC ചിലപ്പോൾ ചോദിക്കാറുണ്ട് പിയറി അഗസ്റ്റിനി ഏത് രാജ്യക്കാരനായിരുന്നു, അല്ലെങ്കിൽ USA ആള് താഴെ പറയുന്നവയിൽ ആരാണ്, ജർമ്മനിക്കാരൻ ആരാണ്, സ്വീഡൻ ആരാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. പിയറി അഗസ്റ്റിനി, അതേപോലെ ഫെറൻസ് ക്രോസ്, ആൻ ലുലിയർ. ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനത്തിനായി പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് പുരസ്കാരം ലഭിക്കുന്നത്. ഭൗതികശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടുന്ന 5ാമത്തെ വനിത. ഒന്ന് ഓർത്തു വച്ചോ, എന്താണ് ഭൗതികശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടുന്ന 5ാമത്തെ വനിതയാണ് എന്തെന്ന് പറയുന്നത്, ആൻ ലുലിയർ എന്ന് പറയുന്ന വ്യക്തി. ഇതിൻ്റെ ഒരു കോഡ് ഞാൻ സിമ്പിളായിട്ട് ഒന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്തേക്കാം, നേരെ ഇങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. കോഡ് ഇതാണ്: ലുലുമാൾ ക്രോസ് ചെയ്ത അഗസ്റ്റിനി സെക്കൻഡ് പൾസിലായിരുന്നു. അപ്പോൾ ലുലുമാൾ എന്ന് പറയുമ്പോൾ ആൻ ലുലിയർ ആണ് ആദ്യം വരുന്ന വ്യക്തി. ലുലുമാൾ അപ്പോൾ ലുലുമാൾ ക്രോസ് ചെയ്ത്, അതായത് ഫെറൻസ് ക്രോസ് ആണ് 2ാമത്തെ വ്യക്തി. ഇനി 3ാമത്തെ വ്യക്തിയാണ് അഗസ്റ്റിനി. അപ്പൊ നോക്കിയേ, ലുലുമാൾ ക്രോസ് ചെയ്ത അഗസ്റ്റിനി സെക്കൻഡ് പൾസിലായിരുന്നു. എന്ത് കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ നോബൽ പ്രൈസ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സെക്കൻഡ് പൾസുകൾ, അതായത് ആറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസ് ആണ് അവർ കണ്ടുപിടിക്കുന്നത്. അതിനുള്ള പുരസ്കാരമാണ് ആർക്ക് കിട്ടിയത്, ഈ പറയുന്ന 3 വ്യക്തികൾക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് എന്താണ് ആൻ ലുലിയർ, അതായത് ലുലുമാൾ ക്രോസ് ഫെറൻസ് ക്രോസ് ചെയ്ത അഗസ്റ്റി സെക്കൻഡ് പൾസിലായിരുന്നു എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഒരു സിമ്പിൾ കോഡാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ആ 3 പഠിച്ചേക്കാം. രസതന്ത്രത്തിന് 2023 3 പേർക്കാണ് കിട്ടിയത്. മൗഗി ബവേണ്ടി, ലൂയി ബ്രസർ, അതേപോലെ അലക്സി എക്സിമോവ്. ഇമ്പോർട്ടൻ്റ് ആണ്. മൗഗി ബവേണ്ടി USA ആണ്, ലൂയിസ് ബ്രസും എന്താണ് USA തന്നെയാണ്, അലക്സി എക്സിമോവും USA തന്നെ. അങ്ങനെ 3 പേരും എന്താണ് USA-കാരാണ് രസതന്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. നാനോ സാങ്കേതിക വിദ്യയിലെ ചെറിയ കണങ്ങളായ ക്വാണ്ടം ഡോട്ടുകൾ വികസിപ്പിച്ചതിനാണ് എന്ത് കിട്ടിയത്, പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ നാനോ സാങ്കേതിക വിദ്യയിലെ ചെറിയ കണങ്ങളായ ക്വാണ്ടം ഡോട്ടുകൾ എന്താണ് നിർമ്മിച്ചതിനാണ് അവർക്ക് എന്ത് കിട്ടിയത്, ഈ പറയുന്ന രസതന്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. നമ്മൾ കോഡ് ഇതാണ്, അതായത് രസം കൊണ്ട് മൗഗി അലക്സിയെ കാണാൻ ലൂയി ബ്രസിൽ നാനോയിലെത്തി എന്ന കോഡ് ഓർത്താൽ മതി. അപ്പോൾ രസം കൊണ്ട് എന്താണ് രസം കൊണ്ട് മൗഗി അലക്സിയെ കാണാൻ ലൂയി ബ്രസിൽ കയറി നാനോയിലെത്തി. രസം കൊണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, രസതന്ത്രത്തിനാണല്ലോ നമുക്ക് നോബൽ പ്രൈസ്. അപ്പോൾ രസം കൊണ്ട് മൗഗി എന്ന് പറയുന്നത്, മൗഗി ആദ്യത്തെ ആള്, മൗഗി അലക്സി എന്ന് പറയുന്നത് എന്താണ്, 3ാമത്തെ ആള്. രസം കൊണ്ട് മൗഗി അലക്സിയെ കാണാൻ ലൂയി ബ്രസിൽ എവിടെ എത്തി, നാനോയിലെത്തി. നാനോ സാങ്കേതിക വിദ്യയിലെ ചെറിയ കണങ്ങളായിട്ടുള്ള എന്താണ് ഡോട്ടുകളാണ് അവർ വികസിപ്പിച്ചത്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കോഡ് പഠിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അടുത്തത് വൈദ്യശാസ്ത്രം. കാറ്റലിൻ കാരിക്കോ, ഹംഗറിക്കാരനാണ് ഡോക്ടർ കാറ്റലിൻ കാരിക്കോ. അടുത്തത് ഡ്രൂ വൈസ്മാൻ എന്ന് പറയുന്നത് USA-കാരനാണ്, ഡോക്ടർ ഡ്രൂസ് വൈസ്മാൻ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് കണ്ടെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, COVID-19 ഫലപ്രദമായ mRNA, അതായത് മെസഞ്ചർ റൈബോന്യൂക്ലിക് ആസിഡ് വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിക്കോ ആസിഡ് അടിസ്ഥാന പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കായിരുന്നു എന്ത് കിട്ടിയത്, വൈദ്യശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിന് നൊബേൽ കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ ഇങ്ങനെ തന്നെ പഠിക്കാം, ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, 2ാമത്തെ വ്യക്തിയാണ് ഡോക്ടർ ഡ്രൂസ് വൈസ്മാൻ. അപ്പോൾ കാറ്റലിൻ കാരിക്കോയ്ക്കും ഡ്രൂസ് വൈസ്മാനുമാണ് വൈദ്യശാസ്ത്രത്തിന് 2023 നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഒരു കോഡ് ഇങ്ങനെയാണ്: വയസ്സായിട്ടുള്ള ആൾ കാറ്റും കാരിക്കോളും പിടിച്ച് വൈദ്യനെ കണ്ടു, വൈദ്യൻ പറഞ്ഞു mRNA എടുത്തോ. അപ്പൊ നോക്കിയേ, വയസ്സായിട്ടുള്ള ആള്, അതായത് വൈദ്യശാസ്ത്രം, വയസ്സായിട്ടുള്ള ആള് എന്ത് കാറ്റും അതേപോലെ തന്നെ കാരിക്കോളും, നമ്മൾ പറയില്ല ഭയങ്കര കാറ്റും കാറും ഒക്കെയാന്നുള്ളത്, കാറ്റും കാരിക്കോളും കൊണ്ട് എന്ത് ചെയ്തു, പിടിച്ച് വൈദ്യനെ കണ്ടു, വൈദ്യൻ പറഞ്ഞു
mRNA എടുത്തോ. അപ്പോൾ വൈസ്മാൻ്റെ ആണ് വൈദ്യനെ കണ്ടു എന്നുള്ളത്. വൈദ്യനെ കണ്ടപ്പോൾ വൈദ്യൻ എന്താ പറഞ്ഞത്? mRNA എടുത്തു എന്ന്. അപ്പോൾ നോക്കിയേ, COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിക്കോ ആസിഡ് അടിസ്ഥാന പരീക്ഷണങ്ങൾക്കുള്ള കണ്ടെത്തലുകൾക്കാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? കോഡ് പഠിക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? കോഡ് പഠിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കാം? സ്കിപ്പ് ചെയ്തേക്കാം. ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കോഡായിട്ട് പഠിക്കുക. ഞാൻ ഈ കോഡ് വെച്ചാണ് പഠിച്ചത്. എനിക്കത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓർമ്മയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം നേടുന്ന 13ാമത്തെ വനിതയാണ് കാറ്റലിൻ കാരിക്കോ. ഒന്ന് ഓർത്ത് വെച്ചോ, ചിലപ്പോൾ എങ്ങാനും PSC അടിക്കാം. വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം നേടുന്ന എത്രാമത്തെ വനിതയാണ് താഴെ പറയുന്നവയിൽ കാറ്റലിൻ കാരിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 13ാമത്തെ വനിതയാണ് കാറ്റലിൻ കാരിക്കോ. 13ാമത്തെ വനിത. ഓക്കെ, അടുത്ത് നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് പോവാം. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് കിട്ടിയത് ക്ലോഡിയ ഗോൾഡിനാണ് സാമ്പത്തിക ശാസ്ത്രം. ക്ലോഡിയ ഗോൾഡിൻ. നമുക്ക് സമ്പത്ത് എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വൻ കോഡുകളൊക്കെ ഉണ്ടാക്കണം അല്ലേ? കോഡുകളിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പറയുന്ന എക്കണോമിക്സ്, അതായത് സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സിന് നമുക്ക് എന്താണ്? നമുക്ക് സമ്പത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കോഡ് ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് സമ്പത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ്? ക്ലോഡിയ ഗോൾഡിൻ, അതായത് തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യമുണ്ടെന്ന് സംബന്ധിച്ച ഗവേഷണത്തിനായിരുന്നു പുരസ്കാരം. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന 3ാമത്തെ വനിത, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന 3ാമത്തെ വനിതയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത് എത്രാമത്തെ വനിതയാ? 3ാമത്തെ വനിതയാണ്. എന്തിന്? സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് നേടുന്ന 3ാമത്തെ വനിതയാണ് എന്ത്? ഈ പറയുന്ന ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് തൊഴിൽ മേഖലയിൽ കോഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? സമ്പത്തുണ്ടാക്കാം എന്ന് നമ്മൾ ഓർത്താൽ മതി. അപ്പോൾ തൊഴിൽ മേഖലയിൽ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സമ്പത്ത് കിട്ടുമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം സെറ്റാണ്. ഓക്കെ, അടുത്താണ് സാഹിത്യം എന്ന് പറയുന്നത്. നോർവീജിയൻ എഴുത്തുകാരനാണ് യോൻ ഫോസെ. ആ യോൻ ഫോസയ്ക്കാണ് ഈ പ്രാവശ്യത്തെ സാഹിത്യത്തിനുള്ള പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓരോന്നും, അതായത് സാഹിത്യത്തിന് ഒരാൾക്കാണ് കിട്ടിയിട്ടുള്ളൂ, അതേപോലെ തന്നെ എന്താണ്? സാമ്പത്തിക ശാസ്ത്രത്തിനും ഒരാൾക്കാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സാഹിത്യത്തിന് കിട്ടിയ ആളാണ് ജോൺ ഫോസെ എന്ന് പറയുന്നത്. നോർവീജിയൻ എഴുത്തുകാരനാണ് യോൻ ഫോസെ. ചിലപ്പോൾ ചോദിക്കാം, താഴെ പറയുന്നവയിൽ ജോൺ ഫോസെ എന്ന് പറയുന്ന വ്യക്തി ഏത് രാജ്യത്തെ എഴുത്തുകാരനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർവീജിയൻ എഴുത്തുകാരനാണ് യോൻ ഫോസെ എന്ന് പറയുന്നത്. നിശബ്ദരാക്കപ്പെട്ടവർക്ക് ശബ്ദം നൽകിയ അദ്ദേഹത്തിന്റെ നൂതന നാടകങ്ങളും സാഹിത്യരചനകളും പരിഗണിച്ചാണ് പുരസ്കാരം ലഭിക്കുന്നത്. നോർവീജിയൻ ന്യൂനപക്ഷ ഭാഷയായ നൈനോർസ്ക് ഭാഷയിലാണ് രചനകൾ അദ്ദേഹം നടത്തിയത്. അപ്പോൾ നോർവീജിയൻ ന്യൂനപക്ഷ ഭാഷയായ നൈനോർസ് ഭാഷയിലാണ് രചനകൾ ആര് നടത്തുന്നത്? യോൻ ഫോസെ നടത്തിയത്. പറയാനാവാത്ത കാര്യങ്ങൾക്ക് ശബ്ദം നൽകിയ എഴുത്തുകാരൻ എന്നാണ് റോയൽ സ്വീഡിഷ് അക്കാദമി ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അപ്പോൾ പറയാനാവാത്ത കാര്യങ്ങൾക്ക് ശബ്ദം നൽകിയ എഴുത്തുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോൻ ഫോസെയാണ്, നോർവീജിയൻ എഴുത്തുകാരൻ. യോൻ ഫോസയുടെ ആദ്യ നോവലാണ് റെഡ് ബ്ലാക്ക്. 1983 റെഡ് ബ്ലാക്ക് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആദ്യ നോവല് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ താഴെ പറയുന്നവയിൽ റെഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് ആരുടെ നോവലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പകച്ചു പോകും. അപ്പോൾ ആ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാ? നമ്മുടെ സാഹിത്യ നോബൽ സമ്മാനം നേടിയ നോർവീജിയൻ എഴുത്തുകാരനായിട്ടുള്ള യോൻ ഫോസയുടെ നോവലാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന റെഡ് ബ്ലാക്ക്. പബ്ലിഷ് ചെയ്ത് 1983. ഓർത്തു വെച്ചോ. പ്രധാന കൃതികളാണ് സെപ്റ്റോളജി, മെലങ്കിളി, ആലീസ് അറ്റ് ദ ഫയർ, എ ഷൈനിങ് ദ അതർ നെയിം. അതേപോലെ തന്നെ ജോൺസിയുടെ ആദ്യ നാടകം ഇതായിരുന്നു. സംവൺ ഈസ് ഗോയിങ് ടു കം എന്നതാണ് ആരുടെ നാടകം എന്ന് പറയുന്നത്? യോൻ ഫോസയുടെ ആദ്യത്തെ നാടകം എന്ന് പറയുന്നത് 1994 ഈ ഒരു നാടകം. അതായത് ഏതാണ് നാടകം എന്ന് പറയുന്നത്? സംവൺ ഈസ് ഗോയിങ് ടു കം എന്ന് പറയുന്ന നാടകം. കോഡ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെയാണ്: ഓനെ ഫോഴ്സ് ചെയ്താണ് സാഹിത്യം പഠിപ്പിച്ചത് റെഡ് ബ്ലാക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓനെ ഫോഴ്സ് ചെയ്ത് സാഹിത്യം പഠിപ്പിച്ചു ആര്? റെഡ് ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ ഓനെ ഫോഴ്സ് ചെയ്താണ് സാഹിത്യം പഠിപ്പിച്ചതെന്ന് ഓർത്ത് കഴിഞ്ഞാൽ റെഡ് ബ്ലാക്കിൻ്റെ ആണ് എന്ത്? റെഡ് ബ്ലാക്ക്. അപ്പോൾ ഓനെ ഫോഴ്സ് ചെയ്ത് സാഹിത്യം പഠിപ്പിച്ചു. അപ്പോൾ സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ യോൻ ഫോസെ. ഏത് രാജ്യക്കാരനായിരുന്നു? നോർവീജിയൻ എഴുത്തുകാരൻ. നമുക്ക് നേരെ സമാധാനത്തിലേക്ക് പോവാം. സമാധാനത്തോടുകൂടി നോബൽ പ്രൈസ് കഴിയാണ്. സമാധാനത്തിന് നർഗീസ് മുഹമ്മദി.
നർഗീസ് മുഹമ്മദിക്കാണ് സമാധാനത്തിന്. സ്ത്രീകളുടെ അവകാശം, ജനാധിപത്യം എന്നിവയ്ക്ക് വേണ്ടിയും അതേപോലെ വധശിക്ഷയ്ക്കെതിരെ വർഷങ്ങളായി നടത്തി വന്ന പോരാട്ടം കണക്കിലെടുത്താണ് നർഗീസ് മുഹമ്മദിക്ക് എന്ത് കിട്ടുന്നത്? സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റ വ്യക്തിയുള്ളൂ. അപ്പോൾ എക്കണോമിക്സ് ഒറ്റ വ്യക്തിയുള്ളൂ, സാമ്പത്തികം ഒറ്റ വ്യക്തിയുള്ളൂ, സാമ്പത്തികം ഒറ്റ വ്യക്തിയുള്ളൂ, അതേപോലെ തന്നെ എന്താണ്, സമാധാനം ഒറ്റ വ്യക്തിയുള്ളൂ, അതേപോലെ തന്നെ നമ്മുടെ സാഹിത്യത്തിനും എന്താണ്, ഒറ്റ വ്യക്തിക്കാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ സമാധാനം നർഗീസ് മുഹമ്മദി. സ്ത്രീകളുടെ അവകാശം, ജനാധിപത്യം എന്നിവയ്ക്ക് വേണ്ടിയും വധശിക്ഷയ്ക്കെതിരെ വർഷങ്ങളായി നടത്തി വന്ന പോരാട്ടം കണക്കിലെടുത്താണ് പുരസ്കാരം. തടവറയിൽ കിടക്കെ സമാധാന നൊബേൽ നേടുന്ന 5ാമത്തെ വ്യക്തിയാണ് നർഗീസ് മുഹമ്മദി. സമാധാനത്തിനുള്ള നൊബേൽ ലഭിക്കുന്ന 2ാമത്തെ ഇറാനിയൻ വനിത. ആദ്യ വനിത നമുക്കറിയാം ഷെറിൻ ഇബാദിയാണ്. 2003 ഷെറിൻ ഇബാദിക്ക് കിട്ടുന്നത്. അതിനുശേഷം 2ാമത്തെ വ്യക്തിയാണ് നർഗീസ് മുഹമ്മദി എന്ന് പറയുന്നത്. നൊബേൽ സമാധാന പുരസ്കാരം നേടുന്ന 19ാമത്തെ വനിതയാണ് നർഗീസ് മുഹമ്മദി. ഓക്കെ, അപ്പോൾ നൊബേൽ സമ്മാനം നേടുന്ന 19ാമത്തെ വനിതയാണ് നർഗീസ് മുഹമ്മദി. പുതുക്കിയ നോബൽ സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചാൽ 1.1 കോർ സ്വീഡിഷ് കോണയാണ്. കോഡ് ഇതിങ്ങനെയാണ്. അപ്പോൾ വേണമെങ്കിൽ പഠിച്ചോ ഈ ഒരു കോഡ്. അതായത് നർഗീസും മുഹമ്മദും ഇറാനിലെ നദിക്കരയിൽ സമാധാനത്തിന് വേണ്ടി പോയി എന്നാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നി. അതായത് നർഗീസും മുഹമ്മദും ഇറാനിലെ വനിതയാണല്ലോ ഈ പറയുന്ന നർഗീസ് മുഹമ്മദി. അപ്പം നർഗീസും മുഹമ്മദും ഇറാനിലെ നദിക്കരയിൽ സമാധാനത്തിന് വേണ്ടിയാണ് പോയത്. ഞാൻ ഇതൊരിക്കലും നിങ്ങളുടെ അടുത്ത് അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കോഡ് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യുക, പഠിക്കുകയോ ചെയ്യാം. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി മിസ് യൂണിവേഴ്സിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായെന്ന് കരുതുന്നു. മക്കളെ, ഇങ്ങനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതായത് ഈ പറയുന്ന ഭൗതിക ശാസ്ത്രത്തിന് 3 പേർക്കാണ് ലഭിച്ചതെന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് ആ 3 പേരെ നമുക്ക് എന്താണ് ഈ പറയുന്ന ലുലുമാൾ ക്രോസ് ചെയ്ത അഗസ്റ്റി, സെക്കൻഡ് പൾസ്, അതായത് ആരൊക്കെയാണ്? പിയറി അഗസ്റ്റിനി, ഫെറസ് ക്രോസ് ആൻഡ് ലുലിയർ. അടുത്ത രസതന്ത്രമാണ് മൗഗി ബവേണ്ടി, ലൂയിസ് ബ്രസർ, അലക്സി എക്സിമോവ്. അതായത് രസം കൊണ്ട് മൗഗി അലക്സിയെ കാണാൻ ലൂയി ബസ്സിൽ കയറി നാനോയിലെത്തി. വൈദിക ശാസ്ത്രമാണെങ്കിൽ വയസ്സായിട്ടുള്ള ആള് കാറ്റും കൊണ്ട് കാരിക്കോളും പിടിച്ച് വൈദ്യനെ കണ്ടു. വൈദ്യൻ പറഞ്ഞു mRNA എടുത്തോ. അടുത്തതാണ് എന്ത്? സാമ്പത്തിക ശാസ്ത്രം. തൊഴിൽ മേഖലയിൽ എന്താണ്? കോഡ് ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? സമ്പത്ത് കിട്ടത്തുള്ളൂ എന്ന് ഓർത്താൽ മതി. സാഹിത്യമാണെങ്കിലോ, സാഹിത്യത്തിന് എന്താണ്? ഓനെ ഫോഴ്സ് ചെയ്താണ് എന്ത് ചെയ്തത്? സാഹിത്യം പഠിപ്പിച്ചത്. ആരായി ഫോഴ്സ് ചെയ്ത്? റെഡ് ബ്ലാക്ക് ആണ്. അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ 1983 വന്നത് എന്തായിരുന്നു? റെഡ് ബ്ലാക്ക് ആയിരുന്നു. ഓക്കെ, ഇനി മിസ് യൂണിവേഴ്സ്. ഇനി നമ്മൾ പറഞ്ഞു സമാധാനം നർഗീസ് മുഹമ്മദ് എന്ന് പറയുന്ന ആൾക്കാണ്. ഇറാനി വനിതയാണ് ഈ പറയുന്ന നർഗീസ് മുഹമ്മദി. എന്തായിരുന്നു? അതായത് കോഡ് നർഗീസും മുഹമ്മദും ഇറാനിലെ നദിക്കരയിൽ സമാധാനത്തിന് വേണ്ടി പോയി എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത മിസ് യൂണിവേഴ്സ്. 2023 72ാമത് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാന്ന് ചോദിച്ചാൽ ഷെയ്നി പാലാസിയോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് മിസ് യൂണിവേഴ്സ്. 2023 മിസ് യൂണിവേഴ്സ് ഷെയ്നി പാലാസിയോസ്. മിസ് യൂണിവേഴ്സ് കിരീടം നേടുന്ന ആദ്യത്തെ നിക്കോരാഗെ വനിതയാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഷെയ്നി പാലാസിയോസ്. മാനസികാരോഗ്യ പ്രവർത്തകയും അതേപോലെ തന്നെ ഓഡിയോ വിഷ്വൽ പ്രൊഡ്യൂസറുമാണ് ഷൈനി പാലാസിയോസ് എന്ന് പറയുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ അന്ന് പങ്കെടുത്തത് ചോദിക്കാൻ വേണമെങ്കിൽ ആരാണ്? ശ്വേത ശാരദയാണ്. ശ്വേത ശാരദ. 2022 മിസ് യൂണിവേഴ്സ് ആർബണി ഗബ്രിയലാണ് USA കാരി. 2021 ആണെങ്കിൽ ഹർനാസ് സന്ധു. അത് വേണമെങ്കിൽ എന്താണ് ചോദിക്കാം, കാരണം അത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചാണ്. 2021 മിസ് യൂണിവേഴ്സ് എന്നറിയപ്പെടുന്നത് ഹർനാസ് സന്ധു ആണ്. പഞ്ചാബുകാരിയാണ് ഹർനാസ് സന്ധു എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മിസ് യൂണിവേഴ്സ് കിരീടം നേടുന്ന 3ാമത്തെ ഇന്ത്യക്കാരിയാണ് ഹർനാസ് സന്ധു, പഞ്ചാബുകാരി. ഇനി 94 ആദ്യത്തെ നമുക്കറിയാം സുസ്മിത സെൻ. 2000 ലാറ ദത്ത. 3ാമത്തെയാണ് ഹർനാസ് സന്ധു, പഞ്ചാബ്. മിസ് എർത്ത് 2023 നോക്കുകയാണെങ്കിൽ 2023 മിസ് എർത്ത് അത് ഡ്രീറ്റ സിരിയാണ്. അൽബേനിയക്കാരിയാണ് മിസ് എർത്ത് ഡ്രീറ്റ സിരി. എർത്ത് സിരി എന്ന് ഓർത്താൽ മതി. എർത്ത് സിരി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഡ്രീറ്റ സിരി എന്ന് നമുക്ക് ഓർക്കാം. മിസ് എർത്ത് മത്സരത്തിൽ ആദ്യമായാണ് അൽബേനിയൻ പ്രതിനിധി കിരീടം ലഭിക്കുന്നത്. അപ്പോൾ മിസ് എർത്ത് എന്ന് പറയുന്നത് ഡ്രീറ്റ സിരി, അൽബേനിയ. 2022 മിസ് എർത്ത് മിന സുയി ചോയി ആണ്, സൗത്ത് കൊറിയ. മിന സുയി ചോയി, സൗത്ത് കൊറിയ. മിസ് വേൾഡ് 2023 71ാമത് മിസ് വേൾഡ് ക്രിസ്ത്യാനോ പിസ്കോവയാണ്. ക്രിസ്ത്യാനോ പിസ്കോവ ചെക്ക് റിപ്പബ്ലിക്കാരിയാണ് ക്രിസ്ത്യാനോ പിസ്കോവ എന്നറിയപ്പെടുന്നത്. അപ്പോൾ
മിസ് വേൾഡ്, പിസ് വേൾഡ് പീസ് എന്ന് ഓർത്താൽ മതി, പിസ്കോവ. ഓക്കെ, അപ്പോൾ വേൾഡ് പീസാണ്, സമാധാനത്തിനാണ് മിസ് വേൾഡ്. 71ാമത്തെ മിസ് വേൾഡ് എന്താണ്? ഈ പറയുന്ന ക്രിസ്ത്യാനോ പിസ്കോവ. റണ്ണറപ്പ് യാസ്മിന സെയ്തോൺ, ലെബനനാണ്. 2021 70ാമത് മിസ് വേൾഡ് കരോലിന ബിലാസ്കി ആണ്, പോളണ്ട്. അത് ഇന്ത്യൻ വംശജയാണ്. ചോദിക്കാം പക്ഷേ എന്താണ് അതിലും ഇമ്പോർട്ടൻ്റ്? 2023 71ാമത്തെ മിസ് വേൾഡ് ആണ് എന്ത്? ക്രിസ്ത്യാനോ പിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്. ഓക്കെ, 2023 ആബേൽ പ്രൈസ്. ആബേൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ആദ്യം അത് എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് ഗണിതശാസ്ത്ര മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്ക് നോർവേ സർക്കാർ എല്ലാ വർഷവും നൽകുന്ന പുരസ്കാരമാണ് ആബേൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗണിതശാസ്ത്ര മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്ക് നോർവേ സർക്കാർ എല്ലാ വർഷവും നൽകുന്ന പുരസ്കാരമാണ് ആബേൽ പ്രൈസ്. ആബേൽ പ്രൈസിനെ ഫീൽഡ് മെഡലിനെയും നമ്മൾ ഗണിതശാസ്ത്രത്തിലുള്ള നൊബേൽ സമ്മാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആബേൽ പ്രൈസും ഇമ്പോർട്ടൻ്റ് ആണ്, ഫീൽഡ് മെഡലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ രണ്ടിനെയും എന്താണ് വിളിപ്പിക്കുന്നത്? ഗണിതശാസ്ത്രക്കുള്ള നോബൽ പ്രൈസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി ആബേൽ പ്രൈസ് 2023 നേടിയതാരാന്ന് ചോദിച്ചാൽ ലൂയിസ് എ കഫെറിലി, USA കാരനാണ്. ഓക്കെ, അപ്പോൾ 2023 ആബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ലൂയിസ് എ കഫെറിലി, USA കാരനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോ. എന്തായിരുന്നു? അതായത് ആബേൽ പ്രൈസ് 2023. 2022 ആബേൽ പ്രൈസ് പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചാൽ ഡെനീസ് പാനൽ സളിവൻ എന്ന് പറയുന്ന ആൾക്കാണ്. ഡെനീസ് പാനൽ സളിവൻ, USA ആണ്. 2021 AV വിഗ്ഡേഴ്സൺ, USA. ലാസ്ലോ ലോവാസ്, ഹംഗറി. ഫീൽഡ് മെഡൽ 2022. അപ്പോൾ ഇത് 2022 ആബേൽ പ്രൈസ് ആണ്. ആർക്കൊക്കെ? ഡെനീസ് പാൽ സുള്ളിവൻ, USA. അതേപോലെ തന്നെ AV വിഗ്ഡേഴ്സൺ, ലാസ്ലോ ലോവാസ്, ഹംഗറി. ഫീൽഡ് മെഡൽ 2022 ഗണിതശാസ്ത്രത്തിലുള്ള 2022 ഫീൽഡ് മെഡൽ നേടിയത് മറീന വയോസോസ്ക. ഓക്കെ, മറീന വയോസോസ്കയ്ക്കാണ് ഗണിതശാസ്ത്രത്തിലെ ഫീൽഡ് മെഡൽ 2022. മറീന എന്ന് ഓർത്താൽ മതി, മറീന വയ. ഹ്യൂഗോ ഡുമിൻ കോപ്പിൻ, അതേപോലെ ജൂൺ ഹ്യൂ, ജെയിംസ് മൈനാഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചോ, ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആബേൽ പ്രൈസ് ആണ്, ലൂയിസ് എ കഫെറിലി, USA. ഓക്കെ, ഇനി നമുക്ക് ഓസ്കാർ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഓസ്കാർ അവാർഡ്. എത്രാമത്തെ ഓസ്കാർ അവാർഡാണ് 2024 കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 96ാമത്തെ ഓസ്കാർ അവാർഡാണ് 2024 ലഭിക്കുന്നത്. അപ്പോൾ 2024 എത്രാമത്തെ ഓസ്കാർ അവാർഡാണ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ 96ാമത്തെ ഓസ്കാർ അവാർഡാണ് 2024. ഇനി ബാഫ്ത അവാർഡും അതിൻ്റെ കൂടെ തന്നെ പഠിച്ചോ. ബാഫ്ത ആണെങ്കിലോ 77, ഗോൾഡൻ ഗ്ലോബ് ആണെങ്കിലോ 2024 81. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം PSC എപ്പോഴും അങ്ങനെ തന്നെ ചോദിക്കും. 96ാമത്തെ ഓസ്കാർ അവാർഡ്, അല്ലെങ്കിൽ 77ാമത്തെ ബാഫ്ത അവാർഡ്, അല്ലെങ്കിൽ 89ാമത്തെ ഗോൾഡൻ ഗ്ലോബ്, അത് എന്നായിരുന്നു? ഈ പറയുന്ന 3 ലെറ്റേഴ്സും പഠിച്ചോ. 96, 77, 81. 96, 77, 81. അപ്പം OBG എന്ന് പഠിച്ചാൽ മതി. OBG നോക്കിയേ, ഓസ്കാർ 96, B എന്ന് പറയുന്നത് 77, G എന്ന് പറയുന്നത് 81. അപ്പോൾ നമ്മളൊരു ഫോൺ നമ്പർ പോലെ പഠിച്ചാൽ മതി. OBG 96, 77, 81. 96, 77, 81 OBG. മികച്ച ചിത്രം നമുക്കറിയാം 2024 96ാമത്തെ ഓസ്കാറിൽ മികച്ച ചിത്രം ഓപ്പൺഹൈമർ നമ്മൾ പറഞ്ഞായിരുന്നു. ബാഫ്തയിൽ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തത്. ബാഫ്ത എന്ന് പറയുന്നത് 77ാമത്തെയാണ് ബാഫ്ത അവാർഡ് എന്ന് പറയുന്നത്. അതിലെ മികച്ച ചിത്രം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഓപ്പൺഹൈമർ തന്നെയാണ്. കാരണം ഓസ്കാറും ബാഫ്തയും ഗോൾഡനിലെയും എപ്പോഴും സംവിധായകരും അതേപോലെ തന്നെ ചിത്രവും അതേപോലെ നടനും സെയിം ആയിരിക്കും. ഓക്കെ, എപ്പോഴും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഓസ്കാർ മികച്ച ചിത്രം ഓപ്പൺഹൈമർ ആണ്, ബാഫ്ത മികച്ച ചിത്രം ഓപ്പൺഹൈമർ ആണ്, ഗോൾഡൻ ഗ്ലോബ് മികച്ച ചിത്രം ഓപ്പൺഹൈമർ ആണ്. ഓക്കെ, ഇനി മികച്ച നടൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കിലിയൻ മർഫിയാണ് മികച്ച നടൻ. അതേപോലെ മികച്ച സംവിധായകൻ എന്നറിയപ്പെടുന്നത് ക്രിസ്റ്റഫർ നോളനാണ്. അപ്പോൾ ഈ 3 കാറ്റഗറിയിലെയും മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച സംവിധായകൻ എല്ലാം എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെയും എന്താണ്? ഈ പറയുന്ന മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച സംവിധായകനും എന്താണ്? സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി
മികച്ച നടി ബാഫ്തയിലെ എമ്മ സ്റ്റോൺ ആണ്. ബാഫ്ത എമ്മ സ്റ്റോൺ ആണ്. ഗോൾഡൻ ഗ്ലോബിലെ മികച്ച നടി ആരാന്ന് ചോദിച്ചാൽ ലില്ലി ഗ്ലോഡ് സ്റ്റാൻ ആണ്. ലില്ലി ഗ്ലോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ലില്ലി ഗ്ലാഡ് സ്റ്റോൺ. അത് ഏത് സിനിമയ്ക്കായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. എമ്മ സ്റ്റോൺ ആണ് ഈ പുവർ തിങ്സ്, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ബാഫ്ത മികച്ച നടിയാണെങ്കിൽ എമ്മ സ്റ്റോണ്, ഗോൾഡൻ ഗ്ലോബ് മികച്ച നടിയാണെങ്കിൽ ലില്ലി ഗ്ലാഡ് സ്റ്റോൺ, കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഭാഗത്തിൽ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ അതിൻ്റെ അകത്ത് എന്താണ് ഈ പറയുന്ന രീതിയിൽ കോഡാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് അവർക്ക് കിട്ടിയത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മാക്സിമം എനിക്ക് പറയാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇംഗ്ലീഷ് അതേപോലെ തന്നെ മലയാളത്തിലെ നോൺ ഗ്രാമറിന് നമുക്ക് കിട്ടുന്നത് 5 മാർക്കാണ് നമുക്ക് വരുന്നത്. ആ 5 മാർക്ക് നോൺ ഗ്രാമർ സെക്ഷനിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതിൻ്റെ ആ 5 എണ്ണമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, ഞാനിപ്പോൾ സ്പീഡ് കൂടുതലാണോ പറയുന്നത്, അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്കത് ലാഗാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കാരണം ഞാൻ എല്ലാ അതായത് A to Z നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും, അതായത് നല്ല എന്താണ് ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാളും അതേപോലെ തന്നെ എന്താണ് സീനിയേഴ്സ് ആയിട്ടുള്ള ഒരാൾക്കും കൂടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടി ഉപകാരപ്പെട്ട് എല്ലാവർക്കും എന്താണ് ഒരു ജോലി എന്ന് പറയുന്ന സ്വപ്നം, അതാണ് ഏറ്റവും വലിയ ഒരാളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് അത്രയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. കാരണം അത്രത്തോളം എന്താണ് എനിക്ക് 1, 2, 3 പറയുമ്പോൾ എനിക്ക് അത്രയും എനർജിയാണ് എൻ്റെ നഷ്ടപ്പെടുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടാം എന്നുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് പറഞ്ഞ് സെറ്റായി തന്നെ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ എന്താണ് കഥാപാത്രങ്ങളും കൃതികളും. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കഥാപാത്രങ്ങളും കൃതികളും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ കൂടെ എല്ലാം കൂടിയാണ് പഠിച്ചു പോകണം കേട്ടോ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് പഠിച്ചു, ഹോട്ട് ടോപ്പിക്സിൽ ഒരു എന്താണ് സംഭവം പഠിച്ചു, കഥാപാത്രങ്ങൾ കൃതികൾ എന്ന് പറയുന്നത് മലയാളത്തിലൊരു ടോപ്പിക്കാണ് നോൺ ഗ്രാമറിലെ, അത് നമ്മൾ പഠിക്കുന്നു, ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കഥാപാത്രങ്ങൾ കൃതികൾ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ആത്മകഥകൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതൊരു 10 എണ്ണം വെച്ച് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എക്സാം ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന എല്ലാം നമ്മൾ പഠിച്ച് ഇതിൻ്റെ റിവിഷനും കംപ്ലീറ്റ് ആവും. ഈ ക്ലാസ് കണ്ടതിന് ശേഷം നേരെ നിങ്ങൾ വൈകിട്ട് 9 മണിക്ക് ക്വസ്റ്റ്യൻ പോളിൽ പങ്കെടുക്കണം മസ്റ്റായിട്ടും. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ ചോദ്യങ്ങളും, ഇനി വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ കൂടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഇനി എന്താണ് PSC നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ക്രിസ്റ്റൽ ക്ലിയറിൽ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചാണ് പോണത്. ഒരു കോംപ്രമൈസും അതിന് നമ്മൾ ചെയ്യുന്നില്ല. നിങ്ങൾ കൂടെയുണ്ട്, സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യും, ദൈവം തമ്പുരാൻ്റെ കൃപ കൊണ്ട് നമ്മൾ ഇത് എന്ത് ചെയ്യും, ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ എല്ലാവർക്കും ജോലി. ഓക്കെ, കഥാപാത്രങ്ങളും കൃതികളുമാണ്. ഭീമൻ എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലാണെന്ന് ചോദിച്ചാൽ 2-ാം ഊഴത്തിലാണ് ഭീമൻ 2-ാം ഊഴം. ചെമ്പൻ കുഞ്ഞ് എന്ന് പറയുന്ന അത് ഏത് കൃതിയിലാണെന്ന് ചോദിച്ചാൽ ചെമ്മീനിലെ. നമുക്കറിയാം ചെമ്പൻ കുഞ്ഞ്, അതേപോലെ തന്നെ കറുത്തമ്മ, പളനി, ഇതൊക്കെ അത്രത്തോളം നമ്മുടെ മനസ്സിനെ എന്താണ് പിടിച്ചു കുലുക്കിയ കഥാപാത്രങ്ങളായിരുന്നു. കാരണം ചെമ്മീൻ സിനിമയൊക്കെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ചെമ്പൻ കുഞ്ഞും കറുത്തമ്മയും പളനിയും അതൊക്കെ നമ്മുടെ എന്താണ് മനസ്സിനെ അത്രത്തോളം സ്വാധീനിച്ച എന്താണ് കഥാപാത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ഏത് കൃതിയിലെയാണ്, ചെമ്മീൻ എന്ന് പറയുന്ന കൃതിയിലാണ്. ചെമ്മീൻ, തകഴി, രാമു കാര്യാട്ട്. ഓർമ്മ വച്ചോ, എപ്പോഴും ചോദിക്കണതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി മദനൻ രമണൻ, ചന്ദ്രിക രമണൻ, ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ, സാവിത്രി എന്ന് പറയുന്ന ക്യാരക്ടർ ദുരവസ്ഥ, വിമല മഞ്ഞ്, എപ്പോഴും ചോദിക്കണം കേട്ടോ, വിമല മഞ്ഞ്, അമർ സിംഗ് മഞ്ഞ്. ഓക്കെ, അപ്പോൾ അമർ സിംഗ് മഞ്ഞ്, വിമല മഞ്ഞ്, സാവിത്രി ദുരവസ്ഥയിലെയാണ്, ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ, ചന്ദ്രിക രമണനാണ്, മദനൻ രമണൻ, പളനി ചെമ്മീൻ, കറുത്തമ്മ ചെമ്മീനാണ്, ചെമ്പൻ കുഞ്ഞ് ചെമ്മീൻ, ഭീമൻ 2-ാം ഊഴം. കഥാപാത്രങ്ങൾ കൃതികൾ എന്ന് പറഞ്ഞ് ഒരു നോട്ട്ബുക്കിലേക്ക് ഇപ്പം തന്നെ എഴുതി വച്ചോ. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ 10 എണ്ണം വെച്ച് എന്ത് ചെയ്യും, ഈ ഒരു കഥാപാത്രങ്ങൾ കൃതികൾ കംപ്ലീറ്റ് ആക്കും. ഓക്കെ, അടുത്തത് ആത്മകഥകളാണ്. എൻ്റെ കഥ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണാണ് PSC. എൻ്റെ കഥ ആരുടെയാ, മാധവിക്കുട്ടിയുടെയാണ് എൻ്റെ കഥ. എൻ്റെ ജീവിതകഥ ആരുടെയാണെന്ന് ചോദിച്ചാൽ AKGയുടെയാണ് എൻ്റെ ജീവിതകഥ. അപ്പോൾ എൻ്റെ ജീവിതകഥ ആരുടെയാ, AKG. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ്റെയാണ് എൻ്റെ ജീവിത സ്മരണകൾ.
എൻ്റെ നാടക സ്മരണകൾ, അത് PJ ആൻ്റണിയുടെയാണ് എൻ്റെ നാടക സ്മരണകൾ. ഇനി എൻ്റെ ബാല്യകാല സ്മരണകൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ അച്യുതമേനോൻ്റെയാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ. എൻ്റെ കാവ്യലോക സ്മരണകൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ വൈലോപ്പിള്ളി, എൻ്റെ കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി. വയലിലൊക്കെ ഇരിക്കുമ്പോഴാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, കവിതയൊക്കെ എഴുതണമെന്ന് ഓർത്താൽ മതി. എൻ്റെ കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി. അതേപോലെ എൻ്റെ ബാല്യകാലം, ബാല്യത്തിലല്ലേ നമ്മളെ എല്ലാവരും വിളിക്കണേ അച്ചു എന്നൊക്കെ വിളിക്കണത്. മിക്കപ്പോഴും ചില കുഞ്ഞു പിള്ളേരെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ വിളിക്കുന്നതാണ് അച്ചു, അതേപോലെ തന്നെ ഉണ്ണി, കണ്ണൻ എന്നൊക്കെ. ഓക്കെ, അപ്പം എൻ്റെ ബാല്യകാല സ്മരണകൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ അച്യുതമേനോൻ. ബാല്യത്തിൽ അച്ചു എന്ന് ഓർത്താൽ മതി. ബാല്യത്തിൽ ബാല്യകാല സ്മരണകൾ അപ്പം നമ്മുടെ പേര് ഓർത്താൽ മതി, എന്ത്, നമ്മളെ അച്ചു എന്നാണ് വിളിച്ചതെന്ന് ഓർത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പേര് അച്ചു എന്ന് ഓർത്താൽ മതി. ബാല്യകാല സ്മരണകൾ അച്യുതമേനോൻ. എൻ്റെ കാവ്യം എവിടെയാ, വയലിലൊക്കെ ഉള്ള നല്ല പച്ചപ്പും നല്ല എന്താണ് ഹരിത രമണമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, കവിതകളൊക്കെ എഴുതുന്നത്. അപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി. എൻ്റെ മൃഗയാ സ്മരണകൾ കേരളവർമ്മ. എൻ്റെ കലാലയ ജീവിതം PJ ചെറിയാൻ്റെയാണ് കലാലയ ജീവിതം. എൻ്റെ നാടുകടത്തൽ, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയാണ് എൻ്റെ നാടുകടത്തൽ. ഒരു കാലത്ത് PSC ചോദിച്ചപ്പോൾ എൻ്റെ നാടുകടത്തൽ എല്ലാവരും എഴുതി. പക്ഷേ നമ്മുടെ മൈ ബണീഷ്മെൻറ്റ് താഴെ പറയുന്നവർ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചപ്പോൾ പിള്ളേർ പകച്ചുപോയി. മൈ ബണീഷ്മെൻറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, എൻ്റെ നാടുകടത്തൽ എന്ന് പറയുന്ന ഇംഗ്ലീഷാണ് എന്ന് പറയുന്നത് മൈ ബണീഷ്മെൻറ്റ്. അപ്പോൾ അന്ന് PSC ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു അതെന്താണ്, അങ്ങനെ ഒരു ചോദ്യം കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പം എല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾക്കൊരു പോയിന്റിലേക്കായിട്ട്. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. അപ്പോൾ എന്താണ്, ഈ പൊന്നും കുരിശൊക്കെ കാണുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു വഴിത്തിരിവ് ഉണ്ടാവുന്നതെന്ന് ഓർത്താൽ മതി. അപ്പോൾ എന്താണ്, എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി, പൊന്നിൻ കുരിശ് എന്ന് ഓർത്താൽ മതി, പൊൻകുന്നം വർക്കി. അപ്പോൾ എന്താണ്, എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. നമുക്ക് നേരെ ഇംഗ്ലീഷിലേക്ക് പോകാം. ഇംഗ്ലീഷിൽ എപ്പോഴും ചോദിക്കുന്നതാണ് മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ. അപ്പോൾ ഇതിൻ്റെ അകത്തും നമ്മൾ 10 എണ്ണമാണ് പഠിക്കുന്നത് മക്കളെ. എല്ലാം സെറ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതേ ഒരു പാറ്റേൺ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്, PSC എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. എല്ലാത്തിൽ നിന്നുമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാണ് പോകുന്നത്. നിങ്ങൾക്കൊരു ബോറില്ലാതെ ഫുള്ളായിട്ട് നിങ്ങളിത് 1 ടൈമോ 2 ടൈമോ ഒക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് അതങ്ങ് സെറ്റാവും. പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പോലും കാര്യമില്ല. ഓക്കെ, മാസ്കുലിൻ ഫെമിനിനിലേക്ക് പോയി കഴിഞ്ഞാൽ ആക്ടർ, ആക്ട്രസ്. നമുക്കറിയാം ആക്ടറിൻ്റെ എന്താണ്, സ്ത്രീലിംഗവും പുല്ലിംഗവുമാണ് പറയുന്നത്. ആക്ടർ എന്ന് പറയുന്നത് പുല്ലിംഗം, ആക്ട്രസ് എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. അതേപോലെ ബാച്ചിലർ, സ്പിൻസ്റ്റർ. ബ്രൈഡ് ഗ്രൂം ബ്രൈഡാണ്. ബുള്ള് കൗ ആണ്. ബുള്ളോക്ക് ഹെയ്ഫർ. ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നടൻ, അതേപോലെ ആക്ട്രസ് നടി. ബാച്ചിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാച്ചിലർ ആയിട്ടുള്ള ആൾ. സ്പിൻസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കല്യാണം കഴിക്കാത്ത യുവതിക്കാണ് സ്പിൻസ്റ്റർ എന്ന് പറയുന്നത്. ബാച്ചിലർ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത ആൾ, ബാച്ചിലർ. ബ്രൈഡ് ഗ്രൂം അതായത് എന്താണ്, മണവാളനും അതേപോലെ തന്നെ ബ്രൈഡ് മണവാട്ടി. അതേപോലെ ബുള്ള് കൗവ് കാള, അതേപോലെ തന്നെ പശു. ഇനി ബുള്ളോക്ക് ഹെയ്ഫർ. ബുള്ളോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പോത്ത്. അതേപോലെ തന്നെ ഹെയ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരുമയ്ക്കാണ് പറയുന്നത്. കോക്ക് ഹെന്ന്. അതായത് കോക്ക് എന്താണ്, കോക്ക് എന്ന് പറയുന്നതാണ് പൂവൻ. കോക്ക്. ഹെൻ എന്ന് പറയുന്നത് പിടയാണ്. കോൾട്ട് എന്ന് പറയുന്നത് ആൺ കഴുതയാണ് കോൾട്ട് എന്ന് പറയുന്നത്. ഫില്ലി എന്ന് പറയുന്നത് പെൺ കഴുതയാണ്. ഡോഗ് എന്ന് പറയുന്നത് നായ. ബിച്ച് എന്ന് പറയുന്നത് പട്ടി. ഓക്കെ, അല്ല, ഡോഗ് പട്ടി, ബിച്ച് നായ. ഇനി ഡ്രേക്ക് എന്ന് പറയുന്നത് ആൺ താറാവിനെയാണ് ഡ്രേക്ക് എന്ന് പറയുന്നത്. ഹെൻ എന്ന് പറയുന്നത് പിടത്താറാവിനെയാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ മലയാളം കൂടി പറഞ്ഞത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാം. എപ്പോഴും PSC ചോദിക്കുന്നതാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. എപ്പോഴും ഒരു മാർക്ക് നമുക്ക് ഇംഗ്ലീഷിൻ്റെ നോൺ ഗ്രാമർ സെക്ഷനിൽ വരുന്നതാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ആദ്യത്തെ നോക്കാം. എത്തീസ്റ്റ്. എത്തീസ്റ്റ് എന്ന് പറയുന്ന വൺ ഹു ബിലീവ്സ് ദാറ്റ് ദെയർ ഈസ് എ നോ ഗോഡ്. അതായത് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ആളെ നമുക്ക് എന്തെന്ന് വിളിക്കാം, എത്തീസ്റ്റ് എന്ന് വിളിക്കാം. അതായത് വൺ ഹു ബിലീവ്സ് ദാറ്റ് ദെയർ ഈസ് എ നോ ഗോഡ്, അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എത്തിയസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ, അവരെ നമുക്ക് എത്തിയസ്റ്റ് എന്ന് വിളിക്കാം. നമ്മളങ്ങനെയൊന്നും ആവരട്ടോ. കാർണിവറസ്. കാർണിവറസ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഈറ്റ് ഫ്ലഷ്, അതായത് മാംസം കഴിക്കുന്നവരെ നമുക്ക് കാർണിവറസ് എന്ന് വിളിക്കാം. അതേപോലെ കാനിബൽ. അപ്പോൾ കാർണിവറസ് എന്ന് നമുക്ക് എല്ലാവരെയും വിളിക്കാം. എന്താണ്, എല്ലാവരും മാംസം കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർണിവറസ് എന്ന് വിളിക്കാം. കാനിബൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഹു ഈറ്റ്
ഹ്യൂമൻ ഫ്ലഷ്, മനുഷ്യ മാംസം കഴിക്കുന്നവരെയാണ് കാനിബൽ എന്ന് വിളിക്കുന്നത്. കാനിബൽ, മനുഷ്യ മാംസം കഴിക്കുന്ന ആളുകൾ. അടുത്തതാണ് കാർട്ടോഗ്രാഫർ, വൺ ഹൂ മേക്ക് മാപ്പ്. അതായത് ആരാണോ മാപ്പുകൾ, ഭൂപടം നിർമ്മിക്കുന്നത്, അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാർട്ടോഗ്രാഫർ എന്ന പേരിൽ വിളിക്കുന്നത്. വൺ ഹൂ മേക്സ് മാപ്പ്, ആരാണോ മാപ്പുകൾ ഉണ്ടാക്കുന്നത് അവരെ നമുക്ക് കാർട്ടോഗ്രാഫർ എന്ന പേരിൽ വിളിക്കാം. അടുത്തത് സെലിബേറ്റ്, വൺ വോവ്ഡ് ടു അൺമാരീഡ് ലൈഫ്. അതായത് കല്യാണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് ആഘോഷിച്ച് നടക്കുന്ന ആളുകൾ, അതായത് സെലിബ്രേറ്റ് ചെയ്ത് നടക്കുക എന്ന് നമ്മൾ പറയില്ലേ, കല്യാണമൊന്നും വേണ്ട, ഞാൻ സിംഗിളായിട്ടാണ്, സിംഗിൾ പസംഗെ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് എന്ത് പറയുന്നത്? സെലിബ്രേറ്റ് എന്ന് പറയുന്നത്. വൺ ഹു വോവ്ഡ് ടു അൺമാരീഡ് ലൈഫ്, അവരെയാണ് സെലിബ്രേറ്റ് എന്നാണ് കേട്ടോ. സെലിബ്രേറ്റ്, ആറില്ല, CELBRILLATE. ഓക്കെ, സെലിബ്രേറ്റ് എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അടുത്തത് കോബ്ലർ. കോബ്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഹൂ മെൻസ് ഷൂ ആണ്. അതായത് നമ്മൾ ചെരുപ്പ് കുത്തികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഷൂ നിർമ്മിക്കുന്ന ആൾ, ഷൂവിൻ്റെ എന്താണ് ലൈസ് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഷൂവിനെ നിർമ്മിക്കുന്ന ആൾ, അല്ലെങ്കിൽ ചെരുപ്പ് കുത്തി എന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പറയാം. അവരെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? കോബ്ലർ എന്ന് വിളിക്കുന്നത്. വൺ ഹൂ മെൻസ് ഷൂസ്. ഓക്കെ, അടുത്തത് കോമ്പയർ. കോമ്പയർ എന്താണെന്ന് ചോദിച്ചാൽ വൺ ഹൂ ഇൻട്രൊഡ്യൂസ് ദ പെർഫോമൻസ് ഐറ്റം ഓഫ് ആൻ എൻ്റർടൈൻമെൻറ്റ്. അതായത് എന്താണ് നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറി എന്താണ് അവിടെ പെർഫോമൻസ് നടത്തുന്ന ആ ഒരു ആങ്കർ, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോമ്പയർ എന്ന് വിളിക്കാം. അതായത് എന്തെങ്കിലും ഒരു എന്താണ് പെർഫോമൻസ് സ്റ്റേജിൽ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരുന്നു, ആ ആൾ നമ്മളെ എന്ത് ചെയ്യാണ്, എൻ്റർടൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോമ്പയർ എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മൾ എന്താണ് ഈ പറയുന്ന പല നമ്മുടെ ഷോസ് ടി വിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വനിതാ ഫിലിം അവാർഡ്, അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കോമ്പയർ ആയിട്ട് വന്ന ആളുകളൊക്കെ ഉണ്ട്, സ്ത്രീകളും അതേപോലെ തന്നെ എന്താണ് പുരുഷന്മാരും. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോമ്പയർ എന്ന് വിളിക്കുന്നത്. അടുത്തത് കൺഫെക്ഷണർ, വൺ ഹൂ സെൽ സ്വീറ്റ്. അതായത് ആരാണോ മധുരം വിൽക്കുന്ന ആളുകൾ, അവരെയാണ് നമുക്ക് കൺഫെക്ഷണർ എന്ന് വിളിക്കാം. അടുത്തത് കോസ്മോപൊളിറ്റൻ, വൺ ഹൂ മേക്സ് വൺ സെൽഫ് ഫീൽ അറ്റ് ഹോം ഇൻ ഓൾ കൺട്രീസ്. അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോസ്മോപൊളിറ്റൻ എന്ന് വിളിക്കാം. അതായത് അവർ എവിടെയാണോ ജീവിക്കുന്നത് അതായിരിക്കും അവരുടെ വീടെന്ന് പറയുന്നത്. അതായത് ഏത് കൺട്രിയിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ സ്ഥലത്തെ നമ്മൾ നമ്മുടെ വീടാക്കി മാറ്റും, അല്ലെങ്കിൽ നമ്മുടെ വീടിനെ പോലെ സ്നേഹിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട് പോലെയായി അവിടെ ജീവിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ, എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് എവിടെ പോയും നമ്മുടെ വീടിനെ പോലെ തന്നെ നോക്കി അവിടെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോസ്മോപൊളിറ്റൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ പഠിച്ചു, അതേപോലെ തന്നെ എന്താണ് നൊബൽ പ്രൈസ് നമ്മൾ പഠിച്ചു, മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ്, മിസ് എർത്ത് നമ്മൾ പഠിച്ചു, ആബേൽ പ്രൈസ് നമ്മൾ പഠിച്ചു, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഓസ്കാർ, ബാഫ്ത, അതേപോലെ ഗോൾഡൻ ഗ്ലോബ്, അതേപോലെ നമ്മുടെ മലയാളത്തിൽ നമ്മൾ പഠിച്ചു എന്തൊക്കെ? മലയാളത്തിലെ കഥാപാത്രങ്ങൾ പഠിച്ചു, കൃതികൾ പഠിച്ചു, ആത്മകഥകൾ പഠിച്ചു, മാസ്കുലിൻ പഠിച്ചു, ഫെമിനിൻ പഠിച്ചു, അതേപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വീഡിയോൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലാണ്, കാരണം അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പോയത് കൊണ്ടാണ് ശരിക്കും ഈ വീഡിയോൻ്റെ ലെങ്ത് ഇത്രയും കൂടാനുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം ഇത് ഞാനൊരു എൻ്റെ ഒരു മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനും അതേപോലെ നിങ്ങൾക്കിത് എന്തെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടണം എന്ന് കരുതി അങ്ങനെ തന്നെയാണ്, അതായത് നിങ്ങൾക്കൊരു ജോലി കിട്ടണം എന്നുള്ള ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ജോലി എന്ന് പറയുന്നതും അതേപോലെ സ്വന്തമായിട്ട് ഒരു സാലറി, അതാണ് ഒരു ആളുടെ ഏറ്റവും വലിയ സ്വപ്നവും അതേപോലെ തന്നെ ആഗ്രഹവും, അവൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ പലരും കഷ്ടപ്പെട്ട് മുന്നോട്ടേക്ക് ഇപ്പോഴും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എന്താണ് ഏറ്റവും വലിയൊരു ഡ്രീം, അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ ഏറ്റവും വലിയ സന്തോഷം, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോബ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അത്രത്തോളം സിൻസിയറായിട്ട് തന്നെയാണ് നമ്മൾ കണ്ട് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അത്രത്തോളം സിൻസിയറായിട്ട് തന്നെ ഇത് കണ്ട് മുന്നോട്ടേക്ക് പോകണം. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ക്ലാസ് തന്നെയാണ് ഈ 75 ടോപ്പിക്സ്. മാക്സിമം എല്ലാവരിലേക്കും അതുകൊണ്ട് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇനിയും LDCക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്, അവർക്ക് ഇനിയും ഒരു ട്രാക്ക് വന്നിട്ടില്ല, എങ്ങനെ പഠിക്കണമെന്നറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം മുതലാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ഉപകാരപ്പെടും എന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്.
ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെയായിരുന്നു പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെ ആയിരുന്നു പഠിക്കേണ്ടതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരു പഠനമാണ് നമ്മളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും എല്ലാം കൂടെ വേണം. കാരണം ഇത് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിൽ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ടേക്ക് തന്നെ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനവും അതേപോലെ തന്നെ എന്താണ് എൻ്റെ ഒരു ഊർജം എല്ലാം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഇതിൽ നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്ത് കളയരുത്. മാക്സിമം SCRT NCERT എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്നുള്ള ആത്മാർത്ഥതയോടുകൂടി ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.